എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. അപ്പോൾ CET സ്പീക്കിംഗ് എന്ന് പറയുന്നത് KSWDCയുടെ CETയിലെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഗൂഗിൾ ഫോം CETയിലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് സർക്കുലേറ്റ് ചെയ്ത് അവരുടെ ഒരുപാട് മിസറികൾ ലൈക്ക് പാട്രിയാർക്കൽ ഇഷ്യൂസ്, അതേപോലെ ബോഡി ഷേമിങ് ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കളക്ട് ചെയ്ത് അത് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ സീരീസ് ആണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ സീരീസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷനാണ് ഹെൽത്ത് റിലേഷൻഷിപ്പ് എന്ന ടോപ്പിക്കിലുള്ള ഈ ഡിസ്കഷൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ഡിസ്കഷനിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ ഈ ഡിസ്കഷനിൽ മെയിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ ബിബറ്റോ തിമോത്തിയും RJ സലീമുമാണ്. അപ്പോൾ ഇവരെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും RJ സലീമിനെയും ബിബറ്റോ തിമോത്തിയും. ആ പേര് കേൾക്കാത്തവർ കുറവായിരിക്കും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. ലൈക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു, ഹെൽത്ത് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിസ്കഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ ഉള്ളവർ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അവർക്ക് മൈക്ക് ഓൺ ആക്കി സംസാരിക്കാനുള്ള അവസരം തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, നമ്മള് പ്രണയ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സീനാണ് നായികയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിട്ടും പിന്നാലെ നടക്കുന്ന നായകൻ, ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന നായകൻ. ഇപ്പൊ കന്മത്തം സിനിമയിൽ മോഹൻലാലും മഞ്ജു വാര്യറുമായിട്ടുള്ള സീനൊക്കെ വളരെ ഫേമസ് ആയതാണ്. ലൈക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നിട്ടുള്ളതാണ് അതിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കും. അങ്ങനെയുള്ള സിനിമകളൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആ കന്മത്തിലുള്ള സീനുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഷീസ് ആസ്കിങ് ഫോർ ദാറ്റ്, ഇറ്റ്സ് എ ഗ്രീൻ സിഗ്നൽ, അങ്ങനെയുള്ള ടോക്സ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ എന്തൂസിയാസ്റ്റിക് കൺസെന്റിനെ കുറിച്ചാണ് ആദ്യത്തെ ചോദ്യം. അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് കൺസെന്റിന് നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ, ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു RJ സലീമിന് നന്നായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. സാർ ഒന്ന് റിപ്ലൈ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു CET ഇങ്ങനൊരു അവസരം തന്നതിന്. പിന്നെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ എന്തൂസിയാസ്റ്റിക് കൺസെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണല്ലോ ചോദിച്ചത്. ആക്ച്വലി കൺസെന്റ് എന്ന കോൺസെപ്റ്റ് തന്നെ എനിക്കൊന്ന് മലയാള സിനിമയ്ക്ക് വലിയ അടുപ്പമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രധാനമായിട്ടും നമ്മുടെ നായകൻ എന്ത് കരുതുന്നോ, എന്ത് ആഗ്രഹിക്കുന്നതോ നടത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സിനിമാക്കാരുടെ ധർമ്മം പൊതുവിൽ. അപ്പം അതിന് ആരെ വയലേറ്റ് ചെയ്യണമെങ്കിലും, ആരെ മോളസ്റ്റ് ചെയ്യണമെങ്കിലും, ആരെ കൊല്ലണമെങ്കിലും ഒക്കെ അതൊക്കെ നടത്തി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോജിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാരക്ടർ കണ്ടിന്യൂഷൻ ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഒന്നിനോടും ഒരു നീതി പുലർത്തുന്നത് വാശിയൊന്നുമില്ല, നിർബന്ധം പോലുമില്ല. ഇനി കൺസെപ്റ്റിന്റെ കാര്യം പറയുമ്പോൾ കൺസെന്റ് ഒരു ഹിസ്റ്റോറിക്കലി ഇവോൾവിങ് കോൺസെപ്റ്റ് ആണല്ലോ. മുൻപ് അങ്ങനെ ഒരു സാധനം തന്നെ ഉണ്ട് എന്ന് പോലും പലർക്കും അറിയത്തില്ലായിരുന്നു. കാരണം മെയിൽ ഡോമിനേഷൻ ആണ്, പാട്രിയാർക്കിയാണ്, സ്ത്രീകളുടെ ശബ്ദം ഒന്നും ഇല്ല, ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഡിവോഴ്സ് പോലും നമ്മുടെ ഇടയിൽ നിയമപരമായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പ്രാവർത്തികമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ കൺസെന്റിനെ പറ്റി സംസാരിക്കുന്നത്. മുമ്പ് കൺസെന്റ് എന്ന് പറയുന്നത് നോ മീൻസ് നോ എന്നായിരുന്നു പൊതുവിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് റീസെന്റ് പാസ്റ്റിനുള്ളിലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതിൽ നിന്ന് ഇപ്പൊ നമ്മളിപ്പോ ഓൺലി യെസ് മീൻസ് യെസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് യെസ് ഒഴികെ ബാക്കി എല്ലാം നോയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പോലും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ യെസ് പറയുന്ന ആൾക്ക് യെസ് പറയാൻ എത്രത്തോളം അധികാരമുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. കൺസെന്റിനകത്ത് പിന്നെയും
ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടാവും. ആ ഇൻഫോംഡ് കൺസെന്റ് അറിഞ്ഞാൽ മാത്രം പോരാ, എനിക്കത് അതിനോട് യെസ് പറയാനും നോ പറയാനുള്ള അധികാരം കൂടെ എനിക്ക് വേണം. അങ്ങനെ എനിക്ക് അധികാരമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ യെസ് പറയുന്നു നോ പറയുന്നു എന്നുള്ളത് പോയിന്റ്ലെസ് ആണ്. അപ്പോൾ എനിക്ക് അധികാരമുള്ളൊരു സ്ഥലത്ത് വേണം എൻ്റെ യെസ്സിനും നോയ്ക്കും വിലയുള്ളത്. അവിടെയാണ് എൻതൂസിയാസ്റ്റിക് കൺസെന്റിന്റെ റെലവൻസ് ഉള്ളത്. ഞാൻ എൻ്റെ കൺസെന്റിന് പ്രതി എൻതൂസിയാസ്റ്റിക് ആണ്. ഞാൻ അതിനോട് എനിക്ക് അധികാരമുണ്ട് അത് തീരുമാനിക്കാൻ എന്നൊരവസ്ഥയുണ്ട്. എനിക്കൊന്നും അതിപ്പോഴും നമ്മുടെ മെയിൻ സ്ട്രീം മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാണ് സ്ഥിരമായിട്ട് മലയാള സിനിമ കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. പിന്നെ എക്സാക്ട് അത് തന്നെയായിരുന്നില്ലേ ചോദ്യം ഷാബി? അത് തന്നെയായിരുന്നു. മലയാള സിനിമ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിലും ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ ഡെയിലി ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ നന്നായിരുന്നു. ഇത് തന്നെയാണ് അവസ്ഥ. കാരണം നമ്മളെവിടെയും ആരും ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നോ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അതിലെ അതിർത്തികൾ എവിടം വരെയാണ്, നമ്മളെവിടെ അവസാനിക്കുന്നു മറ്റൊരാൾ എവിടെ തുടങ്ങുന്നു, ഒരാളുടെ പ്രൈവസി ഒരാളുടെ പ്രൈവറ്റ് സ്പേസ് റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതിനെ പറ്റി നമ്മളാരും നമ്മളോട് പറയുന്നില്ല. നമ്മൾ ഒരിടത്തും പഠിക്കുന്നുമില്ല. നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റിനുള്ള മറ്റ് ക്വാളിറ്റി റിലേഷൻഷിപ്പുകൾ കണ്ടും ഇതേപോലത്തെ മൂന്നാം കട സിനിമകളിൽ നിന്നൊക്കെയാണ്. ഉറപ്പായിട്ട് നമ്മൾ അത്തരം കോൺസെപ്റ്റുകളായിരിക്കും മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് ഫോളോ ചെയ്യാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും. ഈ ടോക്സിസിറ്റി ഓക്കെയാണ്, കൂളാണ്, മാച്ചോ എന്ന് പറയുന്നത് എന്താണ്, സെക്സിയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വയലേഷനെ ഒക്കെ നമ്മൾ ഇത്രയധികം റൊമാൻറ്റിസൈസ് ചെയ്തൊരു കൾച്ചർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈയിടയ്ക്കല്ല, പല ഇന്ത്യൻസിനും ഈ കൾച്ചർ കൊണ്ട് പുറത്തു പോയിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളെ സ്റ്റോക്ക് ചെയ്യുക, ഈ ഇങ്ങനത്തെ ഇത്തരം വയലേഷനുകൾ ചെയ്യുക, ഫോഴ്സ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ കൂളായിട്ട് കരുതിയിട്ടൊക്കെ വിദേശങ്ങളിൽ പോയി ചെയ്യും. അവരകത്തായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും ഇല്ലെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം ഇപ്പോഴും മെയിൽ പ്രിവിലേജ് അതേപോലെ നിൽപ്പുണ്ട്. നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. നമുക്ക് അതിനുള്ള സാഹചര്യം സമൂഹം ഒരുക്കി തന്നിട്ടുണ്ട് ഓൾറെഡി. അവിടെയാണ് പ്രശ്നം. എന്താണ്, ആ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ കാണുന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം അതാണ്. എവറ്റൊക്കെ എന്താ പറയാനുള്ളത്? എന്താ തോന്നുന്നത്? പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ കൺസെന്റ് എന്നുള്ള വിഷയത്തില് നമ്മൾ ഈ കൺസെന്റ് എന്നുള്ള വാക്ക് പരിചിതമായിട്ട് തന്നെ അധികമായിട്ടുണ്ടാവില്ല. എന്താ പറയാ, നമ്മളിപ്പോ ചർച്ചകളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്വയം ഇവോൾവ് ചെയ്തിട്ടുള്ളത്. കൺസെന്റ് എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളതും റീസെന്റ് ആണ്. അത് ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പൊ മലയാള സിനിമകളായാലും നമ്മുടെ സിസ്റ്റത്തിൽ മൊത്തത്തിലായാലും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഒരു ആണിന് എന്ത് ആവശ്യമുണ്ട് അതെപ്പോ വേണമെങ്കിലും നേടിയെടുക്കണം, അല്ലെങ്കിൽ അതെപ്പോ വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരു ജെൻഡർ ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ സിനിമകളിലും കൂടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡോമിനന്റ് സിസ്റ്റത്തിനെ ഒന്നും കൂടെ അതിനെ എന്താ പറയാ ഗ്ലോറിഫൈ ചെയ്ത് ഒന്നും കൂടെ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് അതിനെ മാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ മലയാള സിനിമ തന്നെ ഇല്ല, ഇന്ത്യയിലെ മറ്റു സിനിമകൾ തമിഴായാലും ഇപ്പൊ ബോളിവുഡ് ആയാലും എങ്ങനെയാണ് ഒരു നായകൻ നായികയെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രണയത്തിലാവുന്നത്, ഈ വിഷയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റിലേഷൻ അല്ലെങ്കിൽ ഒരു കൺസെന്റോട് കൂടിയുള്ള റിലേഷൻ കാണിക്കുന്ന എത്ര സിനിമകൾ ഉണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഓൾ ടൈം ക്ലാസിക് എന്ന് പറഞ്ഞ പറയുന്ന പടങ്ങളിൽ പോലും സ്റ്റോക്കിംഗ് എന്നുള്ള സംഭവം തന്നെയാണ് കാണിക്കുന്നത്. ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നിരന്തരമായി അയാളുടെ പിന്നാലെ നടക്കുക, അയാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക, എല്ലായിടത്തും അപ്പിയർ ചെയ്യുക, ഫോണിലൂടെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ അതിലെ നായികയ്ക്ക് ഇഷ്ടം തോന്നുന്നിടത്താണ് ആ സിനിമ കാണിച്ചു വെക്കുന്നത്. അപ്പോ സ്റ്റോക്കിംഗ് ഇസ് ഗുഡ്. സ്റ്റോക്ക് ചെയ്താലേ നായിക ഇംപ്രസ്ഡ് ആവുള്ളൂ, അല്ലെ എന്നാൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സിനിമകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ആക്ച്വലി ഒരു വിഷ്വൽ സൈക്കിൾ പോലെയാണ്. ഓൾറെഡി സമൂഹത്തിലുള്ള ഒരു സംഭവത്തിനെയാണ് സിനിമയിൽ കാണിക്കുന്നത്. സിനിമയിൽ കാണിക്കുന്നതോടുകൂടി സമൂഹത്തിൽ നിൽക്കുന്ന ആ ഒരു സംഭവം കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യപ്പെടും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ നായിക കഥാപാത്രത്തിനെ കാണിക്കുന്നത് തന്നെ ഐ ക്യാൻഡി പോലെ, ബേക്കറി ഇരിക്കുന്ന ഒരു പലഹാരത്തിന് കാണിക്കുന്ന പോലെയാണ്. അപ്പൊ ഒരു വസ്തുവിനോട് കൺസെന്റ് ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ ബിരിയാണി കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കഴിക്കാറില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. ആദ്യമേ അതിനെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അതിലിപ്പോ സ്വന്തമായിട്ട് ഫീലിങ്സ് ഒന്നുമില്ല, നായകനെ നന്നാക്കുക. അപ്പൊ മൊത്തം മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ്. അതിന്റെ കൂടെ വരുന്ന പല വൃത്തികേടുകളിൽ ഒന്നാണ് ഈ കൺസെന്റ് ചോദിക്കായ്മയും റെസ്പെക്ട് ഇല്ലായ്മയും, അല്ലേ? അതെ. ഇപ്പൊ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇപ്പൊ പഴയ കാലത്തെ സിനിമകളിലോട്ടൊന്നും പോകുന്നുണ്ടോ? ഒന്ന് രണ്ടു കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള അർജുൻ റെഡ്ഡി പോലൊരു സിനിമ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്.
ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു, എല്ലാം ആയിരുന്നു. പക്ഷെ അതിൽ പോലും നായികയ്ക്ക് അവിടെ റോളില്ല. നായകൻ എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യുക, അതാണ് സംഭവം. അല്ലെങ്കിൽ അതാണ് ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ടത്, അതാണ് ഒരു പ്രോപ്പർ റിലേഷൻ, അല്ലെങ്കിൽ അതാണ് ഒരു ഹെൽത്തി റിലേഷൻ എന്നുള്ള രീതിയിലാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കി സിനിമകളും, മലയാളമായാലും മറ്റു ഭാഷകളിലെ സിനിമകളും പറഞ്ഞു വെക്കുന്നത്. തമിഴിൽ മാത്രമല്ല ഹിന്ദിയിലും പോലും അത് തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കൺസെന്റിന്റെ വില അറിയാത്ത, അല്ലെങ്കിൽ ഒരു മറ്റപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണറുടെ ഡിസിഷൻസിന് അല്ലെങ്കിൽ ആളുടെ ഒരു തീരുമാനത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഈ തേപ്പ് എന്ന് പറയുന്ന സംഭവം ഇവിടെ എത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ധനുഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നായി. ഇപ്പോ തൂപ്പ് സോങ് അല്ലെങ്കിൽ തേപ്പ് സോങ് എന്ന് പറഞ്ഞ് ഒരു കൾച്ചർ തന്നെ ഉണ്ടാക്കിയോളന്നിട്ടുള്ള ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ധനുഷ് എന്ന് പറയുന്നത്. അതായത് റിജക്ഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് കൺസെന്റ് അറിയില്ല, അവർക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ അയാൾ യെസ് പറഞ്ഞിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആ ഒരു മുൻവിധിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അതിന്റെ പേരിലുള്ള തേപ്പ് എന്ന് പറഞ്ഞുള്ള കാട്ടിക്കൂട്ടായങ്ങളും അതിന്റെ തന്നെ ഒരു എക്സ്ട്രീം വെർഷൻ ആയിട്ട് വരുന്ന ഈ ആസിഡ് അറ്റാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പുറത്തെ ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മളെ പോലെ തന്നെ ചിന്തിക്കാനും നമ്മളെ പോലെ തന്നെ തീരുമാനം എടുക്കാനും സാധിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാളുടെ തീരുമാനങ്ങൾക്ക് വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ റിജക്ഷൻ ഒരു പ്രശ്നം വരുന്നത് നമുക്ക്. ഇത് കൂടാണ്ട് അല്ല പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ റിജക്ഷൻ വളരെ പേഴ്സണൽ ആണ്. നമുക്ക് ഒരാൾ നമ്മൾ റിജക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നല്ലൊരു എന്താണ് റെക്കഗ്നീഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ റിജക്ഷൻ ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. റിജക്ഷൻ മീൻസ് നമ്മുടെ മൊത്തം ജീവിതം തന്നെ ഇല്ലാണ്ടായി ഒരു ഫീലാണ് നമുക്ക്. റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ പാടാണ്, കറക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. ഈ മൊത്തം ജീവിതം തന്നെ ഇല്ലാണ്ടായിപ്പോന്ന് നത്തിങ് ഈസ് മെന്റ് ടു ബി അല്ലേ. ചിലപ്പോ ഈ നമ്മളെ സിനിമകൾ കണ്ടിട്ടായിരിക്കും ഒരു ആണിന്റെ ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ ഒരു ജെൻഡറിന് വേറൊരു ജെൻഡറിനോട് ഓക്കെ വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതോടെ. മനസ്സിലൊരു ഇമേജ് വെച്ചിട്ട് പിന്നെ പോയി അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചോദിക്കുന്ന ആൾക്ക് യെസ് വേണ്ട ആൾക്ക് പവറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഉറപ്പായിട്ട് ആസിഡ് അറ്റാക്സ്. ഇത് കൂടാണ്ട് പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൺസെന്റിന്റെ ആവശ്യം വരുന്നില്ല, എന്തും ചെയ്യാം, അങ്ങനെ ഒരു രീതി കൂടെ ഉണ്ട്. അതും കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അതെ അതെ, ഈ മാരിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അതൊരു ചിലപ്പോ ഇപ്പോഴാണ് അതൊക്കെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പൊതുധാരയിലോട്ട് വരുന്നത് ആ വിഷയങ്ങളൊക്കെ. മുമ്പ് എന്ന് പറയുന്ന മാരേജ് ഈസ് ലൈസൻസ് ടു ഹാവ് സെക്സ് എന്നുള്ള പോലെയാണ് ആണുങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് ഇഫ് ഷീസ് മെന്റലി വില്ലിംഗ് ഫോർ ദാറ്റ് അല്ലെങ്കിൽ അതൊന്നും ഒരു വിഷയമല്ല. അപ്പോ മാരിറ്റൽ റേപ്പ് പോലത്തെ വിഷയം ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും ഇമ്പോർട്ടന്റ് ആണ് സെക്സ് എന്നുള്ള ഒരു സംഭവം. അതിപ്പോ നിങ്ങൾ എത്ര കാലത്ത് റിലേഷൻഷിപ്പിന് ശേഷം കല്യാണം കഴിച്ച ഒരു വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങൾ ആ കാര്യം ചോദിക്കണം, ആ കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പുറത്തുള്ള ആൾക്ക് വയ്യ അല്ലെങ്കിൽ ഇഫ് ഷീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു താല്പര്യം ഇല്ലെങ്കിൽ അത് റെസ്പെക്ട് ചെയ്യണം. അപ്പുറത്തെ ആളുടെ ഇഷ്ടം കൂടെ റെസ്പെക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആവുന്നത്. ഈ മാരിറ്റൽ റേപ്പുകളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമുക്കാണ് അധികാരം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, നമ്മുടെ സൗകര്യം നമ്മുടെ ഇഷ്ടം എന്നുള്ള ആ ഒരു മുൻവിധിയുടെ പുറത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ മാരിറ്റൽ റേപ്പ് എന്നുള്ള ഒരു സംഭവം ഉണ്ടെന്നുള്ള പോലും ഒരു 80% ആളുകൾക്കും അറിയാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിലവില്. തന്നേ പറ്റൂ, കിട്ടിയേ പറ്റൂ, തരിക കിട്ടുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഒരു കൺസ്യൂമബിൾ സംഭവമായിട്ട് മാത്രം കാണുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രേയ ചോദിക്കുന്നത്. ശ്രേയ മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന കേട്ടാൽ തന്നെ എന്താ പറയാ അല്ലാന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കൂടെ ഉള്ള ഒരു സൊസൈറ്റിയാണ് നമുക്ക് ഇപ്പൊ ഉള്ളത്. അതായത് ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ ഓപ്പൺ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാൻ എന്താ പറയാ നമുക്ക് അതല്ലെങ്കിൽ നമുക്കിടയിലുള്ളവർക്ക് പറ്റുന്നില്ല.
കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ കൾച്ചറിന്റെ ഒരു എന്താ പറയാ വ്യവസ്ഥയായി കഴിഞ്ഞ്. അപ്പൊ മാരേജ് ആക്ടുകളും മാരേജ് സർട്ടിഫിക്കറ്റുകൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്ന മാനം, എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന വില അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ബന്ധങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ഒരു സ്വീകാര്യതയെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളുടെ ഇടയിൽ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയ്യേ എന്ന് കുറെ ആള്, ഞാൻ എപ്പോഴും ഇത് പറഞ്ഞപ്പോ തന്നെ അയ്യോ എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് എന്താണ്? സലീമ സ്റ്റാർട്ട് ചെയ്യോ? ഞാൻ അതായത് ഇപ്പോ ചോദിച്ച ആളുടെ പേരെന്തായിരുന്നു? ശ്രേയ. ശ്രേയ ചോദിച്ച ചോദ്യം ആക്ച്വലി ഇത് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ഒട്ടും ഫ്ലെക്സിബിൾ അല്ല, ഒട്ടും ഫ്ലൂയിഡ് അല്ല. ഇപ്പോ ഈ മനുഷ്യനുണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മനുഷ്യന്റെ ഡ്രൈവിന് എതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കല്യാണം എന്നൊരു സംഗതി പൊതുവിൽ ഇവിടെ നിൽക്കുന്നത്. സത്യം അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കുറെയൊക്കെ ഫ്ലെക്സിബിൾ ആക്കി കഴിഞ്ഞാൽ കുറെ കൂടെ സമാധാനം കിട്ടും ആൾക്കാർക്ക്. ആൾക്കാരെ ആരും സ്റ്റക്കാക്കി നിർത്തേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നിർബന്ധിതമായിട്ട് കണിശമായിട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കി തിങ്ങിപ്പാർത്ത് വയ്ക്കുമ്പോഴാണ് കുഴപ്പം. അവിടെയുള്ള അതിനകത്ത് നിൽക്കാൻ പറ്റാത്തവർ മറ്റു ഓപ്ഷനുകൾ തേടുന്നതാണ് ഈ ലിവിങ് ആയിക്കോട്ടെ, ഓപ്പൺ റിലേഷൻഷിപ്പുകളായിക്കോട്ടെ. ഇതിന്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ഇത് ഫ്ലൂയിഡ് ആണ്. അത് മാത്രമല്ല, ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താണ്, പരസ്പരം മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. മനസ്സിലാക്കിയിട്ട് മറ്റ് എന്താ നൂലാമാലകളോ ലീഗാലിറ്റിയോ ഒന്നുമില്ല, നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ആക്ച്വലി മൊത്തം സമൂഹം തന്നെ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മുടെ കല്യാണങ്ങൾ പൊതുവെ നടക്കുന്നത് എങ്ങനെയാണ്? അറേഞ്ച് മാരേജ് വഴിയാണ് നടക്കുന്നത്. അറേഞ്ച് മാരേജ് വഴി നമ്മൾ ആകെ നോക്കുന്നത് ജാതകം മാത്രമാണ്. ജാതകം നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേക്ക് അവര് ഇപ്പൊ സ്നേഹം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം പിന്നെ, സ്നേഹം ഉണ്ട് എന്ന് തന്നെ വെക്കാം. പക്ഷെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരസ്പര സ്നേഹം മാത്രം പോരാ, കമ്പാറ്റിബിലിറ്റി എന്നൊരു വലിയ വിഷയമുണ്ട്. ഇപ്പൊ രണ്ടുപേര് കിടന്നുറങ്ങുന്നതിൽ ഒരാൾ ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കും, വേറൊരാൾക്ക് അത് കൂർക്കം ചെറിയ ശബ്ദം പോലും ഉറക്കത്തിൽ ശല്യമാണെങ്കിൽ അവർ തമ്മിലുള്ള കമ്പാറ്റിബിലിറ്റി എത്ര ദുരന്തമായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക? ഇതൊക്കെ ഒരുമിച്ച് താമസിക്കാതെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? കല്യാണത്തിന് മുന്നേ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും കല്യാണത്തിന് ശേഷം ഈ ഒരുപാട് ദുരന്തങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടേക്കാണ് ഞാൻ ഇപ്പൊ നേരത്തെ ശ്രേയ പറഞ്ഞ ആ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രസക്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഡെബിറ്റയ്ക്ക് എന്ത് തോന്നുന്നു? അതെ, ഇതിലെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദേ ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോ ആ ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കുറെ പേരെങ്കിലും ഈ സംഭവങ്ങളെ, ഇപ്പൊ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആയാലും ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആയാലും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ബേസിക്കലി ഇതിലെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സലീം പറഞ്ഞ പോലെ ഒരാളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഒരു വലിയ ഡിസിഷനാണ്. ജീവിതകാലം മൊത്തം അയാളുടെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ അത്രയും കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പുറത്തുള്ളത് എന്നുള്ളൊരു പ്രോസസ്സിന്റെ ഇതിലാണ് അത് ഉണ്ടാവുന്നത്, ഒരു ഡിസിഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ നടക്കുന്നത്. ഇവിടെ രണ്ട് ഫാമിലീസ് തമ്മിൽ ഒരു മറ്റേ കാലി കച്ചവടം പോലെ കച്ചവടം ഉറപ്പിക്കുക. ഇത്ര കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം സോഷ്യൽ സ്റ്റാറ്റസ്, സെയിം ക്ലാസ്, സെയിം കാസ്റ്റ്, ഇതെല്ലാം ഉറപ്പിച്ചതിന് ശേഷം ഒരു കല്യാണം നടത്തുക. ചെക്കനും പെണ്ണും ഒരുമിച്ച് ജീവിക്കുക. അപ്പൊ ചെക്കനും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് കിടക്കാൻ അവർ കമ്പാറ്റബിൾ ആണോ, ഇതൊന്നും ആരും അറിയുന്നില്ല. അപ്പോ മാരേജിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ലീഗൽ സംഭവം കൂടി ആവുമ്പോ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിനും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് നിങ്ങളിപ്പോ ഒരു ഡേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അയാളായിട്ട് ഒരുമിച്ച് താമസിച്ച്, അതിപ്പോ സെക്സിന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. ഒരു റൂം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരാളായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ അങ്ങനെയൊക്കെ ജീവിച്ച് അതൊക്കെ മനസ്സിലാക്കി ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടും എന്നല്ല പറയുന്നത്, നമുക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം മാരേജ് എന്നുള്ള ഇതോട്ട് പോകണം. ശരിക്കും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ മാരേജ് എന്നുള്ള ഒരു സ്റ്റാറ്റസ് വിഷയമാണ്, രണ്ട് കുടുംബങ്ങളുടെ ഇത് കാണിക്കാനുള്ള ഒരു വിഷയമാണ്, ക്ലാസിസം കാസ്റ്റിസം എല്ലാം കാണിക്കാനുള്ള ഒരു വിഷയമാണ്. അപ്പോ ചെക്കനും പെണ്ണിനും അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർക്ക് വലിയ റോളൊന്നും ഇല്ല ഇതിൽ. അതുകൊണ്ട് ഇത്തരം ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആയാലും ഒരു ലിവിങ് ടുഗദർ ആയാലും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന സമൂഹം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് അതിന്റെ ഒപ്പം തന്നെ വേണം. കാരണം ഒരു വെർജിനിറ്റി എന്ന് പറഞ്ഞ സംഭവം, ഒരു വെർജിനിറ്റി മിത്ത് ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് ആണുങ്ങൾക്കിടയിലും പെണ്ണുങ്ങൾക്കിടയിലും ഒരുപോലെ. പാട്രിയാർക്കിയുടെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് വെർജിനിറ്റി മിത്ത് എന്ന് പറയുന്നത്.
കന്യകാത്വം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒന്നിനും കൊള്ളാത്തവളായി, അവരുടെ ബാക്കി എല്ലാ ക്വാളിറ്റീസും റദ്ദ് ചെയ്യപ്പെട്ട് ഒരു മോശം സ്ത്രീയായി എന്നുള്ള കൺസിഡറേഷൻ ഉള്ള, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു മാറ്റം ചിലപ്പോൾ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് പതിയെ പതിയെ തന്നെ മാറുന്ന ഒരു കാര്യമാണ്. അത് രണ്ട് ജെൻഡറിലുള്ളവർക്കും അതിന്റെ ഒരു ബാക്കി കാര്യങ്ങളെ പറ്റി, അതായത് ഒരു എന്താ പറയാ, വേർജിനിറ്റി അല്ല എല്ലാത്തിന്റെ അവസാന വാക്ക് എന്നുള്ളൊരു കാര്യത്തിൽ ബോധ്യം വരുത്തി പതുക്കെ ഒരു സമൂഹത്തെ അതിലോട്ട് കൈപിടിച്ച് നടത്താനേ പറ്റൂ എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടായി, ഒരു വശം കൂടി ഉണ്ടായി. എനിക്കെന്തായാലും എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ മാരേജിനെ മൊത്തത്തിൽ ഞാൻ തള്ളിപ്പറഞ്ഞു എന്നുള്ള ഒരു ആംഗിൾ എനിക്കില്ല. മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളൊരു ഒരു പുരോഗമനത്തിലേക്ക് എത്തിയിട്ടില്ലാത്തൊരു സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനമാണ്. അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ വളരെ അധികം നടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചുറ്റുമുള്ള സമൂഹം, ഡെബിറ്റ് പറഞ്ഞാൽ ചുറ്റുമുള്ള സമൂഹം എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് ആയാലും ഇപ്പൊ ലിവിംഗ് ഇൻ ആയാലും അതിനോട് സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ പിന്നെ അവനവന്റെ ലൈഫ് എടുത്ത് റിസ്ക് എടുത്ത പോലെ ആയിരിക്കും. നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ എത്ര പ്രകീർത്തിച്ചാലും നമ്മൾ ഇതിന് സാധാരണക്കാർ ഇത് ഓപ്റ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം ഇതാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം അവിടെ എക്സ്പ്ലോയിറ്റേഷന്റെ സാധ്യത കൂടുതലാണ്. രണ്ടുപേരും ഇൻഫോംഡ് അല്ല എങ്കിൽ ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇൻഫോംഡ് ആയിരുന്നാൽ കുറെ കൂടെ ബെറ്റർ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സാബി കല്യാണം എന്ന് ഹലോ ഹലോ പറഞ്ഞോളൂ. ഞാൻ ഫാബി വിളിച്ചെന്നേ ഉള്ളൂ, ശബ്ദം കേൾക്കാത്തോണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. കല്യാണം എന്ന് പറയുന്നത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റം ആണല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് സിന്ദൂരം, പിന്നെ അതുപോലെ തന്നെ തലാക്ക്, അതൊക്കെ വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ലേ അതൊരു പാട്രിയാർക്കൽ സിസ്റ്റം ആണെന്ന്. അപ്പോ അത് നിലവിൽ വേണം എന്നിപ്പോ സെലിൻ സാർ പറഞ്ഞതിന്റെ കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാമോ? വേണം, അതിപ്പോഴും പ്രോഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ അത് വേണം എന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടൊക്കെയാന്നുള്ളത് ഒന്ന് പറയാമോ? ഇല്ല, ഞാൻ പേട്രിയാർക്കി മാരേജിന് അപ്രോപ്രിയേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ മുന്നേ ഉണ്ട്. ഈ മതത്തിനോടൊപ്പം തൊട്ട് മുന്നേ ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് ഈ കല്യാണം. കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുടുംബത്തിനാണല്ലോ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് രജിസ്ട്രേഷൻ മാത്രമല്ലല്ലോ. ഈ കുടുംബം എന്ന സങ്കല്പം മതത്തിനോടൊപ്പം തന്നെ പഴക്കമുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഈ പേട്രിയാർക്കിയുമായിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉറപ്പായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഈ മാരേജ് സിമ്പിൾസ് എല്ലാം തന്നെ സ്ത്രീ വിരുദ്ധമാണ്, ഒരു സംശയമില്ല. പക്ഷെ അങ്ങനെ തന്നെ വേണമെന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിന്റെ ഒരേ ഒരു സാധ്യത. അതിനെ രണ്ടു പേർക്ക് ഈക്വലി പരസ്പരം റെസ്പെക്ട് ചെയ്ത് സ്നേഹത്തോടു കൂടി പരസ്പരം ചൂഷണം ചെയ്യാതെ ചക്ക ആവാത്ത രീതിയിൽ നിലനിൽക്കാമെന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റാം. ഇതായത് ദൈവം തന്ന സംഗതിയൊന്നും അല്ലല്ലോ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നും പറയുന്നത്. നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് അതിന് അനുകൂലമായിരിക്കണം. നമ്മളത് അനുകൂലമല്ല. ഞാൻ വിവാഹത്തിന് ഒരു രീതിയിൽ അനുകൂലിച്ചതിന്റെ കാരണം അത് വലിയൊരു പരിധി വരെ സ്ത്രീക്ക് ഒരു പരിരക്ഷ നൽകുന്നുണ്ട്. സ്വത്തവകാശത്തിനായാലും മറ്റ് അവകാശങ്ങൾക്കായാലും അതിന് ഒരു നിയമത്തിന്റെ ഒരു ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. മറ്റിടങ്ങളിൽ അങ്ങനെ ചെയ്തു ചൂഷണം ചെയ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിയമത്തിന് അത്രയും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ശക്തമല്ല നമ്മുടെ ആ ഭാഗത്തുള്ള നിയമങ്ങൾ. അതുകൊണ്ട് മാത്രം അതിന്റെ ലീഗാലിറ്റി, അതിന്റെ ആ രീതിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽഗ്രാം വാണ്ട് ടു ആസ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിരുന്നു. വിൽഗ്രാം മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാം. വിൽഗ്രാം. Okay, I think he lost the connection. Fasna, ചോദിച്ചോളൂ. എന്റെ ചോദ്യം, ഇപ്പം ചിലവര് ഒരു റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരാളോട് ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും സെക്സ് ചെയ്യണം എന്ന്,
അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസയർ അതൊക്കെ തോന്നാവുന്നതാണ്. അപ്പം ഉള്ള റിലേഷൻഷിപ്പിന് പുറത്തു പോവാതെ അങ്ങനെ ചെയ്യുന്നതിനോടുള്ള അഭിപ്രായം എന്താണ്? പിന്നെ ഒരു ചോദ്യം കൂടെ, ഇപ്പം പാർട്ട്ണർക്ക് അത് ഓക്കെ അല്ല എന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ തെറ്റായിട്ട് പറയാൻ പറ്റുമോ? ഹലോ ഹലോ, ആ മനസ്സിലായോ? കേൾക്കുന്നില്ലേ? ആ ഓക്കെ. അപ്പോ ഇതില് ഒരുപാട് നെഗറ്റീവ്സ് ഈ വിഷയത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് എന്നുള്ള ഒരു സംഭവമാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അയാളോടുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളോട് ചർച്ച ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുമിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതാണല്ലോ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ വേറൊരു നെഗറ്റീവിന്റെ പുറകെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പോളിഗാമസ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് ഒരു ആളിൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് പലരുമായിട്ടും ഇന്റർകോഴ്സ് വേണ്ടി വരും. ഇങ്ങനെ ഒരു നെഗറ്റീവ് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ നമ്മുടെ സമൂഹത്തിലോട്ട് പറിച്ചു നട്ടാം, ഇതിനെങ്ങനെ വിലയിരുത്താം എന്നുള്ളൊരു വിഷയമുണ്ട്. എന്ത് കാര്യം അറിയുകയാണെങ്കിലും കൺസെന്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ഒരു റിലേഷൻഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരാളോട് വേറൊരാളോട് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് വേറൊരാളോട് ഫിസിക്കൽ ഇന്റിമസി തോന്നുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് പറയേണ്ടി വരും. കാരണം ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ എന്താ പറയാ റിലേഷൻഷിപ്പിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഐ എം ഇൻ ലവ് വിത്ത് സമ്മൺ എൽസ് എന്നുള്ളൊരു സംഭവം പറയാൻ പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളോട് മറച്ചു വെച്ചിട്ട് ഒരു ട്രാൻസ്പെറൻസി, റിലേഷൻഷിപ്പിന് അത്യാവശ്യം വേണ്ട ഒരു സാധനമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഇല്ലാതാക്കിക്കൊണ്ട് വേറെ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നത് ഒരു ഭയങ്കര കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ പിന്നുള്ള എത്ര നരേറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ. സലീമ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എനിക്കൊരു തോന്നുന്നത്, ഇതിപ്പോ ഡേവിഡ് പറഞ്ഞ പോലെ ബയോളജിക്കൽ എസെൻഷ്യലിസം പറയുകയാണെങ്കിൽ മാൻ ഇസ് മോണോഗമസ് അനിമൽ എന്ന് പറഞ്ഞിട്ട് ഇതിന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ അതൊരു ബയോളജിക്കൽ തീരുമാനമല്ല, അതൊരു എത്തിക്കൽ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കമ്മിറ്റ്മെന്റിനകത്ത് വെച്ചിട്ട് അങ്ങനെ നമ്മളൊരു പാർട്ട്ണറുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോയാൽ അതിനെ പച്ചമലർത്തി ചതി വഞ്ചന എന്നൊക്കെയാണ് പറയുന്നത്. അതിന് എത്ര പുരോഗമനമായിട്ട് വെളുപ്പിച്ചാലും അത് വെളുക്കത്തില്ല. കാരണം അത് നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരാളെ ഹേർട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അത് അയാളെ ഡാമേജ് ചെയ്യുന്ന പരിപാടിയാണ്, മറ്റൊരാളെ നശിപ്പിക്കുന്ന അടപടലം നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് വേറെ ഒരു ന്യായീകരണ സാധ്യതയും ഇല്ല. രണ്ടാമത്തെ കാര്യം, മനുഷ്യർക്ക് അങ്ങനെയുള്ള ഡ്രൈവുകൾ ഉണ്ടാവാം, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ അതിന് എത്രത്തോളം നമ്മളത് എന്റർടൈൻ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ, നമുക്കത് ഇല്ലാണ്ട് പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രയോറിറ്റി കണ്ടെത്താൻ പറ്റണം. എന്നിട്ട് നമ്മുടെ പ്രയോറിറ്റി പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങളില്ലാണ്ട് നമുക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചേരില്ല എന്ന തീരുമാനത്തിലെത്തുക. അങ്ങനെയുള്ളവർക്ക് മറ്റ് സാധ്യതകളുണ്ട്, കാഷ്വൽ റിലേഷൻഷിപ്പുകളുണ്ട്, ഓപ്പൺ റിലേഷൻഷിപ്പുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെയൊക്കെ കൂടെയുള്ള ആളുടെ അനുവാദം മേടിച്ചിട്ടോ മേടിക്കാതെയോ നമുക്ക് മറ്റു കാര്യങ്ങൾ ഏർപ്പെടാം, മറ്റ് ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാം. അവിടെ പ്രശ്നമില്ല, അവിടെ കമ്മിറ്റ്മെന്റ് എന്നൊരു സാധനം ഇല്ല. പ്രീ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ. പക്ഷെ അല്ലാതെ ഇപ്പോ ഫസന ചോദിച്ചൊരു കാര്യത്തില് അതിനെ ചതി അല്ലെങ്കിൽ വഞ്ചന എന്നാണ് അതിന്റെ പേര്. അതെ, കാരണം അപ്പുറത്തെ ആളുടെ ട്രസ്റ്റിനെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെ തീരെ മുകളിലേക്ക് എടുക്കാതെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. ഇപ്പൊ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലെത്താണ് വേണ്ടത്. അല്ലാതെ മറ്റേ ചെയ്യുന്നപ്പോ സലീം പറഞ്ഞ പോലെ അതൊരു ട്രസ്റ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇപ്പോ ഈ മുസ്ലിം മാരേജിലൊക്കെ ഒരുപാട് പേര് കല്യാണം കഴിക്കുമല്ലോ, മെയിൽ പാർട്ട്ണർ ഒരുപാട് പേര് കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ എന്താ പറയാ, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതേ മതത്തിലുള്ളവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്താ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ എന്താ പറയാ മ്യൂച്വൽ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും ആവാമല്ലോ എന്ന രീതിയിലുള്ള ഒരു ടോക്ക് അതിനെ അവരെ എതിർക്കുന്ന ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ആക്കി സംസാരിക്കാൻ പറ്റുക. ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു ആണിന് എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ
ആ ഒരു സംഭവമാണ് അതിൽ പറയുന്നത്. എന്തുകൊണ്ട് ഒരു പെണ്ണിനെ ആയിക്കൂടാന്നുള്ളത് ഇസ്ലാം എന്നല്ല, ഒരു മതം, എല്ലാ മതവും പാട്രിയാർക്കലാണ്. ഒരു ആണിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെങ്കിൽ ആണിന്റെ ഫാന്റസികളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് എല്ലാ മതങ്ങളും കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. അപ്പൊ തിരിച്ച് ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് തന്നെ അവിടെ ഇല്ലാണ്ടോ? എന്തുകൊണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ മതത്തിലെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് തിരിച്ച് 4 പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ പോയിന്റ് തന്നെ ഇല്ലാണ്ടായി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ആക്ച്വലി ഒരു മണ്ടത്തരം കൂടിയാണ്. ഒരു മാരീഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിംഗിൾ പാർട്ട്ണർ എന്നുള്ളത് തന്നെ നമ്മൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ഏർണിങ്സ് ഒക്കെ ഒരു സിംഗിൾ പൂളിലോട്ട് വരുന്നു, അവിടെ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ഒന്നിലധികം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷുവൽ എലമെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഫാന്റസീനെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നല്ലാതെ ആസ് എ കപ്പിൾ അല്ലെങ്കിൽ ആസ് എ ഒരു ഇൻഡിവിജ്വൽ ആ ആൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഒരു വശം കൂടെ ഇതിനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഇതൊന്നും ബാധകമല്ല. സ്ത്രീകൾക്ക് ഒരു വേറെ ആളുടെ കൂടെ പോകാനോ ഇതൊന്നും പാടില്ല. പക്ഷെ പുരുഷന് 4 ആളെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ എത്ര പേരും കൂടെ പോവാ, അതിനൊന്നും തെറ്റില്ല. അതിനൊക്കെ ഒരു ബാക്കിങ് മതങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യത്തും കൊടുത്തിട്ടുണ്ട്. കാരണം പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ തന്നെ എഴുതിയുണ്ടാക്കിയുള്ള സംഭവമാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്. സലീം, എനിക്ക് ഇപ്പൊ ബെബറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ ഇപ്പൊ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാല് യുദ്ധത്തിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഭാര്യമാര് വിധവകളാകണ്ടെന്ന് കരുതിയിട്ടാണല്ലോ അവർ ആദ്യമായിട്ട് കല്യാണം കഴിച്ചിട്ടാണല്ലോ ഈ 2ാം വിവാഹം 3ാം വിവാഹം സെറ്റപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ തന്നെ ഈ റിലീജിയസ് ന്യായം തന്നെ പറയുന്നത് നോക്കാൻ പാങ്ങുണ്ടെങ്കിൽ കെട്ടിക്കോ എന്നാണ്. അതിനുള്ള ചുറ്റുപാടെല്ലാം ഒരുക്കി വെച്ചിട്ട് ആ ചെയ്തോന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം അത് ഭയങ്കര സ്ത്രീവിരുദ്ധമാണ്. അതിഭയങ്കരമായിട്ട് അതിന് ഒബ്ജക്ടിഫിക്കേഷൻ ഉണ്ട് അതിന്റെ ബാക്കില്. സ്ത്രീകളെ സെക്സ് സിമ്പിൾസ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. അവരെ വീട്ടിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത്. അത് ആകെ മൊത്തം പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു സാധനമാണത്. ഫാബിയുടെ നെറ്റ് കട്ടായി തോന്നുന്നു. വിൽഗ്രാം ചോദിക്കാമോ അടുത്ത ക്വസ്റ്റ്യൻ? റെഡി ആണെങ്കിൽ. ഹലോ, കേൾക്കാമോ? ഹലോ. എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം എനിക്ക് ബേസിക്കലി ചോദിക്കാനുള്ള ഒരു ഡൗട്ടാണിത് ആക്ച്വലി. കാരണം എന്നെ ഒരുപാട് ചിന്താകുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു ഡൗട്ടാണിത്. ഇറ്റ്സ് മോറോവർ സെക്സോളജി, ഇത് ഒരുപാട് സോഷ്യോളജിക്കലി റിലേറ്റഡ് ഒരു ടോപ്പിക്കാണ്. കൺസെൻറ്റ് ഏജിനെ സംബന്ധിച്ചാണ് എൻ്റെ പ്രൈമറി ഡൗട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം മുമ്പ് CET ഓർഗനൈസ് ചെയ്ത CETയുടെ ബോഡി അൾട്ടിമേറ്റ് ടോക്സിൽ ഞാനിത് ഒരു റെഫറൻസ് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടെ ആയിരുന്നു. അന്നൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായ ഒരു വിഷയം കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കൺസെൻറ്റ് ഏജ് പരിശോധിക്കുകയാണെങ്കിൽ അൾജീരിയ 12 വയസ്സ് തൊട്ട് ബഹ്റിൻ 21 വയസ്സ് വരെ കൺസെൻറ്റ് ഏജുകൾ നീളുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും കറക്റ്റ് കൺസെൻറ്റ് ഏജ്, അല്ലെങ്കിൽ ഏതൊക്കെ കൺസെൻറ്റ് ഏജുകളെയാണ് നമ്മളൊരു സിന്നായിട്ട് കാണുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലിപ്പീൻസിൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ ഫിലിപ്പീൻസിൽ കൺസെൻറ്റ് ഏജ് 12 ആണ്. അവിടുത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ കപ്പിൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈസ്കൂൾ ജീവിതത്തിൽ തന്നെ അവർ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്നു. വളരെ നോർമലൈസ്ഡ് ആയിട്ട് അവർ പോകുന്നു. ഇപ്പം നമ്മുടെ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അവർ കൺസെൻറ്റ് ഏജ് 16 നിന്ന് കുറച്ച് 15 ആക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ പറയുന്നു നമ്മുടെ 18 വയസ്സ് ഇതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നത് വളരെ ഇപ്പം നമ്മുടെ മാരേജ് 21 വയസ്സ് എന്നാക്കിയെങ്കിലും നമ്മുടെ കൺസെൻറ്റ് ഏജ് ഇപ്പോഴും 18 തന്നെയാണ്. ബട്ട് ബഹ്റിൻ എന്ന് പറയുന്ന ഒരു കൺട്രിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൺസെൻറ്റ് ഏജിൽ താഴെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. സോ അവരെ സംബന്ധിച്ച് നമ്മൾ പിഡോഫൈലുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫിലിപ്പീൻസ് അല്ലെങ്കിൽ ഫ്രാൻസ്, ജപ്പാനിലൊക്കെ 13 വയസ്സാണ്, അവർ പിഡോഫൈലുകളാണ്. സോ എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് എനിക്ക് പലപ്പോഴും പിടികിട്ടിയിട്ടില്ല. വിച്ച് ഈസ് ദ ആക്ച്വൽ പെർഫെക്റ്റ് കൺസെൻറ്റ് ഏജ്? ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർജുൻ റെഡ്ഡി സിനിമയെക്കുറിച്ചൊരു താരതമ്യം പറഞ്ഞു. അർജുൻ റെഡ്ഡി മാത്രമല്ല, സിനിമയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. സിനിമ ഇത്തരം ഒരുപാട് പൊതുബോധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒരു 5 വർഷം ഈ മൾട്ടിമീഡിയാസ് ഒക്കെ യുവാക്കളിലേക്ക് ഒരുപാട് ഇറങ്ങി വന്നതിന് ശേഷമാണെന്നൊന്ന് സംബന്ധിച്ച് അത് വളരെ വലിയൊരു ബാഡ് എഫക്റ്റ് അല്ലേ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ കലിപ്പൻ്റെ കാന്താരി എന്ന് പറയുന്ന ഒരു പൊതുബോധം, അത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ഉള്ള ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം, ഇത്തരം ഒരുപാട് പൊതുബോധങ്ങൾ സിനിമയുടെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് ജനിക്കുന്നില്ലേ? അത് നമ്മൾ ബേസിക്കലി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, പറഞ്ഞു പെട്ടെന്ന് ചോദിക്കാനെന്നാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. അദ്ദേഹം മ്യൂട്ടാണ്. ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൺസെൻറ്റേജിനെ കുറിച്ചായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. എനിക്കൊന്ന് കൺസെന്റ് ഏജ് എന്നുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൺസെന്റ് കൊടുത്തില്ല എങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരാളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ കൺസെന്റ് അവർക്ക് കൃത്യമായിട്ട് എപ്പോൾ നൽകാനാവും, ഇൻഫോംഡ് കൺസെന്റ് അവർക്ക് എപ്പോൾ നൽകാനാവും എന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ എല്ലാ സമൂഹത്തിലും ഈ ചൂഷിത വിഭാഗം എന്നുള്ളത് സ്ത്രീകൾ തന്നെ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴാണ് ഒരു സ്വയം തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുക, ആ സമൂഹത്തിന്റെ വികസനം വെച്ചിട്ട് 12 വയസ്സൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് പോലും യോജിക്കുന്നില്ല. 12 വയസ്സുകൊണ്ട് ഓക്കെ, എത്ര പുരോഗതിയുള്ള സമൂഹമാണെങ്കിലും 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൺസെന്റ് ചിലപ്പോൾ ആ രാജ്യത്തിന് അത് ഓക്കെ ആയിരിക്കും, അവിടെ അത് നോർമൽ ആയിരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ പഠനങ്ങളും മറ്റുമാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൃത്യം വയസ്സ് അല്ലെങ്കിൽ കൃത്യം കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ആർബിട്രറി ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് ആയിട്ടൊരു സമയം പിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെയുള്ള അതാണോ ശരി എന്നുള്ളത് മറ്റൊരു സാങ്കേതികതയായിട്ട് എനിക്ക് തോന്നുന്നത്. തോന്നുന്നു ഇത് ബേസിക്കലി ഒരു ബയോളജിക്കൽ വിഷയത്തിനേക്കാൾ ഉപരി ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഡയമെൻഷനുള്ള വിഷയമാണ്. കൺസെന്റ് ഏജ് എന്ന് പറയുന്നത് കൺസെന്റ് ഫോർ ഹാവിങ് സെക്സ്, അതായത് എത്ര പ്രായം ആവണം, എത്ര പ്രായത്തിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. പലയിടത്തും 12 പറഞ്ഞിട്ട് ഇപ്പൊ സലീം പറഞ്ഞ പോലെ 12 എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. 16 എന്നുള്ളൊരു ഏജ് എടുത്തു. UK 16 ആണ് ലീഗൽ ഏജ് ഫോർ ഹാവിങ് സെക്സ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് എന്തുകൊണ്ട് 16 ആക്കിക്കൂടാ എന്നൊരു ചോദ്യം വന്നു. അപ്പൊ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇന്ത്യയുടെ സാമൂഹിക പശ്ചാത്തലം എങ്ങനെയാണ്, UK എങ്ങനെയാണ്. ഒരു ഇന്റർകോഴ്സ് നടക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സേഫ് സെക്ഷൽ പ്രാക്ടീസസ് എങ്ങനെയാണെന്ന് അറിയണം, എങ്ങനെയാണ് ഇന്റർകോഴ്സ് നടത്തുന്നതെന്ന് അറിയണം. ഈവൺ ഒരു കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയി ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അബോർഷൻ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ആക്സെപ്റ്റബിൾ ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ പലരും സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സീരീസ് ഉണ്ടാവും, നെറ്റ്ഫ്ലിക്സ് സീരീസ് പലരും കണ്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ UK ഹൈസ്കൂൾ അല്ലെങ്കിൽ പോസ്റ്റ് 16 ആയിട്ടുള്ള ആളുകൾ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതും അതും മറ്റും പല വിഷയങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അത് ആപ്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു 16 വയസ്സിലൊരാള് ഐ ആം പ്രഗ്നന്റ് ആൻഡ് ഐ നീഡ് ആൻ അബോർഷൻ എന്ന് പറയാൻ പറ്റിയ ഒരു സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ സാമൂഹിക മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, 16 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കാം. പല രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് സെയിം ഏജ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾ ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്ന് വിചാരിക്കാം. ഒരേ പ്രായത്തിലുള്ള ആളുകൾ പരസ്പരം ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നെന്ന് വിചാരിക്കാം. ഇനി അതേ സാധനത്തിന് നമ്മൾ ഇന്ത്യയിലോട്ട് പറിച്ചിട്ടാൽ ഇതാരാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്? അവിടെയാണ് ആ ഒരു വലിയ വിഷയം വരുന്നത്. ഇപ്പൊ ഒരു സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരു പ്രിഡേറ്റർ ആണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു 10-40 വയസ്സായിട്ടുള്ള ഒരാൾ ഒരു 16 ഇയർ ഓൾഡ് കുട്ടിയെ യൂസ് ചെയ്യുന്നത്, സെക്ഷുവലി യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലും കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കണം. പിന്നെ അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട വേറൊരു കാര്യം, ഇൻഡിപെൻഡന്റ് ആവുന്ന പ്രായം. ഒരു 16 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സ്വയം ഏൺ ചെയ്യാനും സ്വയം വർക്ക് ചെയ്ത് സ്കൂൾ അവേഴ്സ് അല്ലെങ്കിൽ കോളേജ് അവേഴ്സ് കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്ത് സ്വയം നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മാറി റെന്റ് എടുത്ത് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന അത്രയും ഒരു ഇൻഡിപെൻഡൻസി അവിടെയൊക്കെ ഉണ്ട്, ഫൈനാൻഷ്യലായാലും മറ്റു കാര്യങ്ങളായാലും. അതൊന്നുമില്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 വരെ സ്കൂളാണ്. അത് സ്കൂളിംഗ് തന്നെയാണ്, പക്ക സ്കൂളിംഗ് ആണ്. കോളേജിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഫീസ് ആയാലും എന്ത് കാര്യത്തിനും പ്രൊവൈഡ് ചെയ്യുന്നത് വീട്ടുകാരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്
ആ ഒരു ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു സംഭവം ഇല്ലാണ്ട്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ സ്റ്റെബിലിറ്റിയോ ഒന്നും ഇല്ലാണ്ട് ഒരു കൺസെന്റ് കൊടുക്കുന്ന ആ ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് അതെന്തൊക്കെയാവണം, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരു ഫിക്സഡ് ഏജ് വെക്കാൻ പറ്റും എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എത്രമാത്രം അത് ഒരു ബയോളജിക്കൽ വിഷയം എന്നുള്ളതിനപ്പുറം അതൊരു സോഷ്യൽ വിഷയം കൂടിയാണ്. എത്രമാത്രം സമൂഹം അതിന് തയ്യാറാണ്, ആ വ്യക്തി ജീവിക്കുന്ന സമൂഹം അതിന് എത്രമാത്രം തയ്യാറാണ് എന്നുള്ള രീതിയിലോട്ടും കൂടെ നോക്കിയിട്ടേ നമുക്ക് അതിലൊരു ലോ അല്ലെങ്കിൽ നിയമം എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അതെ, അത് ഒരു ഒറ്റ സ്റ്റാൻഡ് അലോൺ നിയമമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരുപാട് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ള, അത് മാത്രം എടുത്ത് തീരുമാനിക്കാൻ പറ്റാത്ത, അത് ഈ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്ത് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്കും തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ അതിന്റെ സമഗ്രതയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. കൺസെന്റ് ഏജ്, അത് കൊടുക്കുന്ന ആളുടെ സാമൂഹിക സാഹചര്യം എങ്ങനെയാണ്, അയാളുടെ ഇപ്പോൾ കുട്ടികളും സ്ത്രീകളും ആണല്ലോ പൊതുവിൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അവരുടെ ആ സമൂഹത്തിലെ അവസ്ഥ എങ്ങനെയാണ്, അവരുടെ ശരാശരി ജീവിതം എങ്ങനെയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു പുരോഗമന സമൂഹത്തിൽ നിന്ന് ഇത് ഒരു സാധനം മാത്രം ചെറിയിപ്പിക്കുന്നത് നമ്മളിവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഈ പ്രിഡേറ്റേഴ്സിനായിരിക്കും സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പ വഴിയായിരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ചെയ്യരുത്. അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിയമങ്ങളെ. അതെ, പക്ക പാട്രിയാർക്കലായിട്ടുള്ള സൊസൈറ്റിയിലോട്ട് ഒരു കോപ്പി പേസ്റ്റ് നമുക്ക് പോസിബിൾ അല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പ്രിഡേറ്റേഴ്സിനെ ആയിരിക്കും അത് കൂടുതൽ ഫേവർ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോ 16 ഇയർ ഓൾഡ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന ഒരു പെൺകുട്ടി, ആൺപിള്ളേർക്ക് അപ്പോഴും കുഴപ്പമുണ്ടാവില്ല. ഈ ദേ ഹാഡ് സെക്സ് അറ്റ് 16 സോ ദേ ആർ കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും സൊസൈറ്റി എപ്പോഴും ഉണ്ടാവുക. പക്ഷെ ഒരു പെൺകുട്ടി 16 വയസ്സിൽ സെക്ഷുവലി ആക്റ്റീവ് ആണെങ്കിൽ ആ പെൺകുട്ടിയെ ആ സമൂഹം എങ്ങനെ നോക്കിക്കാണും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, ആ ഒരു സമൂഹത്തിന്റെ റെസിസ്റ്റൻസിനെ ആ പെൺകുട്ടിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ, അതേപോലെ തന്നെ സേഫ് സെക്സ് പ്രാക്ടീസസിനെ കുറിച്ചുള്ള ധാരണകൾ, അതിനോടനുബന്ധിച്ച അബദ്ധ ധാരണകൾ, എങ്ങനെയാണ് ഓരോന്ന് യൂസ് ചെയ്യേണ്ടത്, ഒരു കോൺട്രാസെപ്റ്റീവ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ടാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് കോളേജിലോട്ട്. പിന്നെ പലരും തനിയെ എഫേർട്ട് എടുത്ത് പഠിക്കുകയും മറ്റ് സോഴ്സുകൾ വഴിയൊക്കെ പഠിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ കോൺട്രാസെപ്ഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല മര്യാദയ്ക്ക്. അപ്പോ സേഫ് സെക്ഷൽ പ്രാക്ടീസിനെ പറ്റി അല്ലെങ്കിൽ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു സമൂഹത്തിലോട്ട് ഈ ഏജ് 16 ആക്കണം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ആ ഒരു സമൂഹത്തിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഒരു നിയമം എന്നുള്ള ഇതിലോട്ട് ലീഗൽ ഏജ് മാറ്റാൻ പറ്റുള്ളൂ. അതുകൂടെ നോക്കാണ്ട് നമുക്ക് പറ്റില്ല. അടുത്ത ഞാന് അഭിരാം KR ചോദിച്ച ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന്. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് നമ്മൾ ആസ്ക് ഔട്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതാവുമോ? ഇപ്പോൾ ഒരുപാട് ബ്രോസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ, ക്വസ്റ്റ്യൻ അങ്ങനെയല്ലാന്ന്. അതിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. മനസ്സിലായോ? വ്യക്തമാണോ? വ്യക്തമാണ്. ആദ്യം പറഞ്ഞ നമ്മൾ എൻതൂസിയാസ്റ്റിക് കൺസെന്റിന്റെ കാര്യം തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നത്. കാരണം വയലേറ്റ് ചെയ്യാതെ, ഫോഴ്സ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അവതരിപ്പിക്കാം. അത് കുറച്ചുകൂടെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷെ അങ്ങനെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് മറ്റു കാര്യങ്ങളും കൂടെ നോക്കുക. ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുള്ളതാണ് എന്നും കൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടും എനിക്ക് കൺസെന്റ് ഏതെങ്കിലും രീതിയിലുണ്ടോ എന്നും ഇത് അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കാൻ റെഡിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു അവസ്ഥയിലുള്ള ഒരു ഉത്തരവാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു മലയാളി ഒരു ബന്ധം എന്താ നമ്മളെ ബന്ധത്തിന് ഉള്ളിൽ നിന്നുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റും ഇതിനകത്ത്. അവിടെ നോക്കി കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്സിനെയും മിസ്സാക്കേണ്ടി വരും. നമ്മള് നമ്മുടെ മുൻവിധികൾക്ക് അടുപ്പെട്ട് പോകേണ്ടിയും വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഐഡിയലി നമുക്ക് പറയുകയാണെങ്കിൽ അയാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് എന്നോട് തുറന്ന് പറയാൻ തോന്നി എന്ന് പറയുന്നതാണ് ഐഡിയലി നടക്കേണ്ട ഒരു കാര്യം. പക്ഷെ നമ്മുടെ സമൂഹത്തിലോട്ട് വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു എന്താ പറയാ, ഒരു കോഷ്യസ് ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. കാരണം അപ്പുറത്തെ ആള് അയാളുടെ എങ്ങനെയാണ് ഒഫൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഐഡിയലി തുറന്നു പറയണം എന്നാണ് എനിക്കിതാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ നമുക്ക് അത് ഇത്തിരി കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മൃതി, മൈക്ക് ഓൺ ആയിക്കോളൂ, ചോദിച്ചോളൂ.
ഹലോ, കേക്കാവോ? യെസ്. ഓഡിബിൾ. ഓക്കെ. ഇപ്പോ നമ്മുടെ ഇടയില് ഈ ബ്രേക്കപ്പുകളൊക്കെ ഓവർകം ചെയ്യാനൊന്നും എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. ഇപ്പൊ എന്താ, ബ്രേക്കപ്പ് ആയ ആളുടെ പേരിൽ ആസിഡ് അറ്റാക്ക് വരെ നീളുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്? നമ്മുടെ ഈ സമൂഹത്തിൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ നമ്മുടെ സംഭവിക്കുന്നത്? സമൂഹത്തിൽ ഓക്കെ, ഒന്ന് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ സിനിമകളുടെ ഇൻഫ്ലുവൻസിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോ എങ്ങനെയാണ് സിനിമകൾ ഇത് കാണിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഹാപ്പിലി ലീവ്ഡ് ആഫ്റ്റർ ആൻഡ് ഹാപ്പിലി ലീവ്ഡ് ആഫ്റ്റർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ ഒരു തരത്തിലും റിജക്ഷനെ നല്ല രീതിക്ക് ഡീൽ ചെയ്യാൻ ഒരു സിനിമകളും മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ല. മലയാള സിനിമയിലായാലും തമിഴിലായാലും ഹിന്ദി ആയാലും എന്തായാലും. സിനിമ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എന്നുള്ള സംഭവം വേറെ. പിന്നെ അതിന്റെ തന്നെ ഇൻഫ്ലുവൻസിൽ നമുക്ക് എന്തോ ഒരു പൊസഷൻ നഷ്ടപ്പെടാണ്. നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പുറത്തെ പാർട്ട്ണർ എന്നുള്ളൊരു തോന്നലാണ്. നമുക്ക് റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഒരു പിടിവാശിയും കൂടിയാണ്. പിന്നെ കുറെയൊക്കെ ആ ഒരു പ്രായത്തിന്റെ പ്രശ്നം ഉണ്ടാവും. ദ തിങ് ഈസ്, ഒരു ഹാപ്പിലി ലീവ്ഡ് ആഫ്റ്റർ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരു ഡേറ്റിംഗ് കൾച്ചറിന്റെ വ്യത്യാസം എപ്പോഴും പറയും. പുറത്ത് ഒരാള് ഡേറ്റ് ചെയ്യുന്നു, കുറച്ച് പുറത്തു പോകുന്നു, അവർ ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ആണ് റിലേഷൻഷിപ്പില്. ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടത്തെ ഒരു പ്രപ്പോസൽ രീതി തന്നെ എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈസ് ഇക്വാലൻ ടു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നാണ്. ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നമുക്ക് ഈ റിജക്ഷൻ തീരെ അക്സെപ്റ്റ് ചെയ്യാതെ പറ്റുന്നത്, ആ ഒരു അവസ്ഥ വരുന്നത്. ഇത്ര നാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്നെ ഇട്ടിട്ട് പോയി. ഇത് ഇട്ടിട്ട് പോവാന്നുള്ളതിലുപരി മറ്റേ ആൾക്ക് നിങ്ങളുടെ താല്പര്യമില്ല അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കൽ തന്നെയാണ്. പിന്നെ പലപ്പോഴും ഈ റിജക്ഷൻസ് ഇത്രയും പെയിൻഫുൾ ആവാനുള്ള ഒരു പ്രധാന കാരണം കമ്മ്യൂണിക്കേഷൻ മര്യാദയ്ക്ക് നടക്കില്ല. ഇപ്പോൾ ഒരാൾക്ക് താല്പര്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ ഫോൺ വിളിക്കാണ്ടിരിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക. അപ്പൊ അയാൾക്ക് പറയാനുള്ള കേൾക്കാൻ ഇപ്പൊ അയാൾക്ക് അത് കേട്ട ഇഫ് ഹി വാണ്ട്സ് ടു ക്രൈ അല്ലെങ്കിൽ ഇഫ് ഷീ വാണ്ട്സ് ടു ക്രൈ അതിനൊരു അവസരം കൊടുത്ത് വളരെ നല്ല ടേംസിലാണ് ഒരു റിലേഷൻഷിപ്പ് പിരിയേണ്ടത് ശരിക്കും. പക്ഷെ നമ്മള് പിരിയുന്നത് മൊത്തം അടിച്ചു പിരിഞ്ഞ് ജീവിതകാലം മൊത്തം എന്റെ കൂടെ നിൽക്കേണ്ട ആളാണ് എന്നെ ഇട്ടിട്ട് പോയത്, എന്നെ തേച്ചു, പിന്നെ കുറെ തേപ്പ് പാട്ടുകള്, മറ്റേ സിനിമയുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ വരുന്നുണ്ട് അതില്. ബേസിക്കലി ഡേറ്റിംഗ് കൾച്ചറിന്റെ ഒരു അഭാവം ഇവിടെ നല്ല രീതിക്കുണ്ട്. കാരണം ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഡേറ്റ് ചെയ്ത് അയാളെ ഐ ലവ് യു എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആയിട്ട്, പിന്നെ അവർ ഒരുമിച്ച് രണ്ട് സെപ്പറേറ്റ് സ്ഥലത്ത് ജീവിച്ചിരുന്ന ആൾക്കാര് ഒരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്നു, പിന്നെ ഒരാൾക്ക് താല്പര്യം തോന്നിയിട്ടാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്, ഐ വാണ്ട് ടു മാരി യു എന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ നേരെ തിരിച്ച് ആദ്യമേ കണ്ട് ഇഷ്ടപ്പെട്ട് 2 ദിവസം കഴിഞ്ഞാൽ എപ്പൊ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എത്ര കുട്ടികളെ വേണം, കുട്ടികൾക്ക് എന്ത് പേരിടണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പോകുന്നത്. അപ്പൊ ആ ഒരു പൊസഷൻ അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം സംഭവം, ഇതൊരു ലോങ് ടേം ആണ്, ഇത് എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം തുടരാൻ പറ്റണം എന്നുള്ളൊരു മുൻവിധിയുടെ അല്ലെങ്കിൽ ആ ഒരു ധാരണയുടെ അല്ലെങ്കിൽ ഒരു ധാരണ പിശകിന്റെ പുറത്താണ് ഈ റിജക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നതിനുള്ള പ്രധാന കാരണം. സലീമേ, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ മൊത്തം കാഴ്ചപ്പാട്, നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം കാഴ്ചപ്പാടിന്റെ കൂടെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പൊതുവിൽ ബന്ധങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ബന്ധങ്ങൾ ഈസ് ഓൾ അബൌട്ട് ഡോമിനേഷൻ ആണ്, കൺട്രോൾ ആണ്, മാനിപ്പുലേഷൻ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ, പൊസഷൻ ആണ്. അല്ലാണ്ട് റെസ്പെക്ട് ചെയ്യുക, പ്രൈവറ്റ് സ്പേസിനെ ആയിക്കോട്ടെ, പ്രൈവസി ആയിക്കോട്ടെ, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സമൂഹം തന്നെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ആഘോഷങ്ങളായിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റികളായിക്കോട്ടെ, എല്ലാ ഇൻട്രൂഷനിലും ഇന്റർഫിറൻസിലുമാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു അമ്പലത്തിന്റെ ഘോഷയാത്ര പോലും പോകുന്നവരുണ്ട്, എത്രയോ വണ്ടികളെ തടഞ്ഞു നിർത്തിയിട്ടാണ് ചെയ്യുക. അവർക്കൊന്നും കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിൽ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും പിള്ളേരെ പൊസസ് ചെയ്യാണ് ചെയ്യുന്നത്. അവരുടെ പ്രോപ്പർട്ടി പോലെയാണ് പിള്ളേരെ നോക്കുന്നത്. അപ്പം നമ്മൾക്ക് മനുഷ്യരെ ഓൺ ചെയ്യാനാണ് താല്പര്യം, കോൺകർ ചെയ്യാനാണ് താല്പര്യം. അവരെ സ്നേഹിക്കാനോ അവരെ വളരാൻ സഹായിക്കാനോ അവരെ പ്രോത്സാഹിപ്പിക്കാനോ അവരോട് ഒരു നല്ല ടേംസിൽ ഇരിക്കാനോ എന്നുള്ള താല്പര്യം. ഇതെല്ലാം തന്നെ ടോക്സിസിറ്റിയുടെ ഡെഫിനേഷൻ അകത്ത് വരുന്നതാണ്. ആസ് എ സൊസൈറ്റി നമ്മൾ മൊത്തത്തിൽ തന്നെ ടോക്സിക് ആണ്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റായിക. അതുപോലെ അവിടെ ഒരു സ്നേഹപ്രകടനമല്ല, ഡോമിനേഷൻ ആണ് നടക്കുന്നത്, ഒരു കോൺകറിങ് ആണ് നടക്കുന്നത്. ഞാൻ കീഴടക്കാൻ വന്നൊരു സാധനം എന്നെ വേണ്ടെന്ന് വെച്ചു, അപ്പോൾ അത് എന്റെ ശക്തിക്കുള്ള ഒരു വെല്ലുവിളിയാണ്. എന്നാൽ പിന്നെ എന്റെ മുഖത്ത് ആസിഡ് വെച്ചിട്ടുള്ള എന്റെ ശക്തി തെളിയിച്ചിട്ടേ ഉള്ളൂ. അതൊരു ശക്തി പ്രഖ്യാപനമാണ് ഈ ആസിഡ് അറ്റാക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്.
അതിനകത്ത് എന്നെ എന്നോട് നോ പറഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്. ആരെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്നുള്ളതാണ്. അത് ബേസിക്കലി അതിഭയങ്കരമായിട്ട് ഈഗോ ഉള്ള ഒരു ആണായിരിക്കും മിക്കവാറും അതിന്റെ ഉത്തരവാദി. ഈ ആണിന്റെ ഈഗോ തന്നെ കൂട്ടുന്ന ഈ സമൂഹത്തിന്റെ ഈ ടോക്സിസിറ്റിയാണ്. നമ്മൾ ഈ മാച്ചോനസ് ആണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് എനിക്ക് തോന്നുന്നത് ഈ ആസിഡ് അറ്റാക്കും ഈ റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കും. ഇത് തന്നെ ഇനി എങ്ങാനും ഈ യെസ് പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ റിലേഷൻഷിപ്പിനകത്ത് തന്നെ എത്രയോ യെസ് ഓർ നോകൾ കടന്നാണ് ഒരു ഡെയിലി ലൈഫ് പോകുന്നത്. അതിനകത്ത് ഒരു നോ എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ചെറിയ നോ പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതിന്റെ വലിയൊരു ഷോ ആണ് ഈ റിലേഷൻഷിപ്പിന്റെ യെസ് ഓർ നോ എന്നുള്ളത്. അതിനകത്ത് തന്നെ സ്ഥിരം യെസ് ഓർ നോകളുണ്ട്. നീ ആ ഡ്രസ് ഇട്, ഈ ഡ്രസ് ഇട് എന്നൊക്കെ പറയുന്നത് തന്നെ അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് പോലും എടുക്കാൻ പറ്റാത്ത വാശിയുള്ള നിരന്തരമായിട്ട് എനിക്ക് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു വകുപ്പാണ് എന്ന് കരുതുന്ന ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ ഈ ടോക്സിസിറ്റി നിലനിൽക്കും. ആ ടോക്സിസിറ്റിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് ഇത്തരം ആസിഡ് അറ്റാക്കുകൾ നിലനിൽക്കും. അപ്പൊ എനിക്കൊന്ന് ബേസിക്കലി നമ്മൾ ആദ്യം മാറ്റേണ്ടത് ആ ഒരു മനോഭാവത്തിനെയാണ്. അത് മാറുമ്പോഴത്തേക്ക് അതിന്റെ ഇങ്ങ് അറ്റത്തുള്ള ഒരു വേരിന്റെ അറ്റമായ ഇതും മാറേണ്ടതാണ്. മനുഷ്യന്മാരെന്നുള്ള നമ്മുടെ ആദ്യം പൊസഷൻ അല്ല, നമുക്ക് ഓൺ ചെയ്യാനും നമുക്ക് അവരെ മോൾഡ് ചെയ്യാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആളുകളെല്ലാം മനുഷ്യന്മാര് എന്നുള്ളൊരു ബോധ്യം ആദ്യമേ ഉണ്ടെങ്കിൽ ടോക്സിക് ആവുന്ന പരിപാടി നമ്മൾ നിർത്തും. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രല്ല ഈവൻ ഇഫ് അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു സ്പേസ് അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തോന്നുന്നു. അടുത്ത നവനീത് മഠത്തിൽ ചോദിച്ചോളൂ. സർ, ഞാൻ ഒരു ഒരു പൊളിറ്റിക്സ് കൂടെ വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ നമ്മൾ ശബരിമല തുറന്നു കൊടുത്ത ഒരു സാഹചര്യത്തിൽ അത് ഫസ്റ്റ് ഒരു സ്ത്രീ വന്നപ്പോൾ അതൊരു ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഒരു സ്ഥലമല്ല ശബരിമല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ ഒരു ഇഷ്യൂ? റിലേഷൻഷിപ്പിനെ പറ്റിയല്ലേ പറയുന്നത്? അത് അത്രയും ഒരു ഹോട്ട്സ്പോട്ട് ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ് ശബരിമല, ഇല്ലേ? നമ്മൾ അവിടെ നിൽക്കുന്നത് എന്തെങ്കിലും തരം ഷോ ഓഫിനോ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു അജണ്ട സ്ഥാപിച്ചെടുക്കാനോ എന്നുള്ളതല്ല. ഒരു റിയൽ ലൈഫ് സോഷ്യൽ സിനാരിയോ ആണ് അവിടെ. എന്തും സംഭവിക്കാവുന്ന ഒരു ഇടമാണ് അവിടെ. അവിടെ എത്ര പേര് ആക്രമിക്കപ്പെട്ടു. അങ്ങനെ പൊട്ടി പുറപ്പെട്ട് നിൽക്കുന്ന ഒരു കലാപം പോലീസ് കടിച്ചു പിടിച്ച് അമർത്തി നിൽക്കുകയാണ്. അവിടെ കയറി വന്നിട്ട് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയണം, കുറച്ച് ഇടംതരും എന്ന് പറഞ്ഞു വരുന്ന ഒരാളെ ആക്ടിവിസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അയാൾക്ക് മറ്റ് അജണ്ടകളോ പൊളിറ്റിക്കൽ വിഷനോ ഐഡിയോളജി ഒന്നും ഇല്ല. അയാളെ സ്ഥാപിച്ചെടുക്കുക, അയാൾ എന്തോ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവര് മറ്റൊരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളാണ് ഒരു വിദൂര അർത്ഥത്തിൽ. അങ്ങനെയല്ല, ഗുണ്ടകളാണ്, വർഗീയവാദികളാണ്. എന്നാലും അവിടെ വന്നിട്ട് അങ്ങനെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഈ ഹ്യൂമൻ റൈറ്റ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടെടുത്തൊരു സർക്കാർ ആകുമ്പോഴത്തേക്ക് അതിനെ എതിർക്കുക തന്നെയുള്ള വഴി. അങ്ങനെ ആക്ടിവിസം കളിക്കാനുള്ള ഏരിയകൾ എല്ലായിടത്തും കിട്ടും. അങ്ങനെ എനിക്ക് എല്ലായിടത്തും സ്റ്റേജ് വേണമെന്ന് പറയരുതല്ലോ. ഇവരൊക്കെ എന്ത് തോന്നുന്നു? അല്ല, എനിക്ക് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സിനാറിയോയില് വാലിഡ് ആണോ എന്നുള്ളത് പോലെ എനിക്ക് സംശയമുണ്ട്. ആക്ച്വലി നമ്മുടെ ടോപ്പിക് ഹെൽത്തി റിലേഷൻഷിപ്സ് നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തൊരു ചോദ്യമായിരുന്നു. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വേണ്ടാന്ന് തോന്നുന്നു. ഈ ഒരു വേറെ തന്നെ സംസാരിക്കാവുന്ന ഒരു വിഷയമാണ്, വലിയ വിഷയമാണ്. ഓക്കെ, സോറി, ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഓക്കെ, സോറി, ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ? ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് സമയം ഇപ്പൊ ഇല്ല, 8:54 ആയി. ടോപ്പിക്കുമായി റിലേറ്റഡ് ആണെങ്കിൽ ചോദിച്ചോളൂ. അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോ ഈ ഇടയായിട്ട് ചർച്ച ചെയ്തൊരു വിഷയമാണ് മറ്റേ കപ്പേളയിൽ വരുന്ന ഒരു സദാചാരത്തിന്റെ ഇഷ്യൂ. അപ്പോൾ അതിൽ ഇങ്ങനെ ആ സിനിമ പക്ഷേ പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ടായിരുന്നു. അതിന്റെ സംഘാടകർ അതിൽ ഇടപെടുന്നു, അതിന്റെ ഒരു ഇഷ്യൂ. എന്തൊക്കെ വാദങ്ങളാണ് അതിൽ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്തൊരു എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിൽ പറയുന്നത് എന്താ വെച്ചാല് ഈ ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടർ ഇവരെ വന്ന് രക്ഷിക്കണം, അല്ലാതെ സ്വയം അവർക്ക് രക്ഷപ്പെടാൻ എന്തൊരു സാഹചര്യം അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. ഒരാളെപ്പോഴും രക്ഷിക്കാൻ വരണം. പിന്നെ നമുക്കൊരു സ്ത്രീയെ അവരുടെ അനുവാദം കൂടാതെ നമുക്ക് എന്തെന്നും രക്ഷിക്കാം, നമുക്ക് അവരെ പിന്നാലെ നടക്കാം. അങ്ങനെ ഒരു കാര്യമാണ് അതിൽ പറയുന്നത്.
അത് ഒരു സിനിമയ്ക്ക് പല ഇന്റർപ്രിട്ടേഷൻസും വരും, സ്വാഭാവികമായിട്ടും വരും. അപ്പോ ആ ഒരു വശമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ രക്ഷകനായിട്ടൊരു പുരുഷൻ വേണം എന്നുള്ളൊരു റോളിന്റെ പുറത്താണ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹീറോയിസം അല്ലെങ്കിൽ മാച്ചോയിസം കാണിക്കുന്ന ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷനും അവിടെ വാലിഡ് ആണ്. അല്ലാത്ത പക്ഷം വെറുതെ പോയിട്ടുള്ള ഒരാള് ആ സിറ്റുവേഷനിൽ ഇൻവോൾവ് ആവുന്നു, അങ്ങനെയും വായിക്കാം. അതൊരു സിനിമയാകുമ്പോൾ അതിനെ പല രീതിയിൽ വായിക്കാം. ഇതാണ് കറക്റ്റ്, ഇതാണ് ശരിയായിട്ടുള്ള രീതി എന്നുള്ളൊരു ക്ലിയർ കട്ട് സംഭവം അതിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ട് ഇന്റർപ്രിട്ടേഷനും വാലിഡ് ആണ്. കുറെ ചർച്ചകൾക്ക് വഴിതെളിക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും നോക്കി കാണുന്നു, അത്രേ ഉള്ളൂ. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഒരു അതെന്താ പറയാ ആ ഒരു പർപ്പസിന്റെ പുറത്ത് എടുത്തിട്ടുള്ള മനഃപൂർവ്വം അങ്ങനെ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത് മനഃപൂർവ്വം രക്ഷിക്കാൻ ഒരു ആണ് വേണം എന്നുള്ളൊരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്കെച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് അത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മേ ബി അങ്ങനെ ഒരു വായനകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. കാരണം ഒരു സിനിമ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു ദ വ്യൂവേഴ്സ്, അത് ഏത് രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു വായനകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതും നമ്മൾ ശ്രദ്ധിക്കണം. മേ ബി അങ്ങനെ ഉണ്ടാവാം, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സലീം എന്ത് തോന്നുന്നു? നവനീത് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ട്രോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സ്ത്രീയെ രക്ഷിക്കുന്ന പുരുഷൻ എന്നൊരു ട്രോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഈ കപ്പിളിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് നായകന്റെ ലൈഫാണ് സിനിമയിലുടനീളം. നായകൻ ചെയ്യുന്ന ഒരുപാട് ഹീറോയിക് ആക്ടിവിറ്റികളിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നായികയെ രക്ഷിക്കൽ എന്നുള്ളത്. കപ്പേളയിലെ വ്യത്യാസം സിനിമ സഞ്ചരിക്കുന്ന നായികയുടെ കൂടെയാണ്. സിനിമ തുടങ്ങുന്നത് അവസാനിക്കുന്നത് നായികയിലാണ്. നായികയുടെ ലൈഫാണ് സിനിമയുടെ തീം. നായികയുടെ ലൈഫിലേക്ക് കടന്നു വന്ന രണ്ട് പുരുഷന്മാരിലാണ് സിനിമ അതിന്റെ പ്ലോട്ട് ട്വിസ്റ്റുകൾ കണ്ടെത്തുന്നത്. അതില് ഒരാൾ നായികയെ പെടുത്തുന്നു, ഒരാൾ നായികയെ രക്ഷിക്കുന്നു എന്നിരിക്കലും നായികയ്ക്ക് കാമ്പും കഴമ്പും വ്യക്തിത്വം ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോ ഒറ്റയടിക്ക് ബൈനറി ആയിട്ട് ആ ഡ്രോപ്പാണ് ഇത് ആ ഡ്രോപ്പ് അല്ല എന്ന് പറയുന്നതിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ട് ആ ഡ്രോപ്പ് ഉണ്ടോ ഇല്ലെന്നല്ല. പക്ഷെ ഇവിടെ സിനിമ സഞ്ചരിക്കുന്ന നായികയുടെ കൂടെയാണ്. സിനിമയുടെ ഇമോഷണാലിറ്റി നായികയുടെ ഇമോഷണാലിറ്റിയാണ്. സിനിമ അവസാനിക്കുന്നതും നായികയുടെ പക്ഷത്ത് നിന്നിട്ടാണ്. ഇവിടെ നായകന്മാരാണ് ഗസ്റ്റ് റോളുകൾ വരുന്നത്. അതൊരു വളരെ വലിയ വിപ്ലവകരമായ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം മലയാള സിനിമയെ സംബന്ധിച്ച്, മലയാള മെയിൻ സ്ട്രീം സിനിമയെ സംബന്ധിച്ച്. രണ്ടുമുണ്ട്. നമുക്ക് സമയം 8:58 ആയി. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഇനിയെല്ലാം ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോറി രാഹുൽ, പ്രണവ് ആൻഡ് നിവേദ്, ധൃദേവ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ തോന്നുന്നു. നമ്മളിപ്പോ ഡിവോഴ്സുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഡിവോഴ്സുകൾ കൂടി വരുന്നത് നമ്മൾ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ അതിലൊരു മേജർ റോള് വഹിക്കുന്നുണ്ടോ? ഇപ്പൊ വെസ്റ്റേൺ ഡേറ്റിംഗ് കൾച്ചറൊക്കെ നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിവോഴ്സുകളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനോട് ചേർത്ത് ബബിത മാം ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ പില്ലേഴ്സ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. അത് രണ്ടും കൂടി ഒന്ന് കൂട്ടിയിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാം. സലീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഡിവോഴ്സിന്റെ കാരണം സെക്ഷൽ പ്ലഷർ ആണോ അല്ലെങ്കിൽ അതിന്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയാണോ എന്നാണല്ലോ ആദ്യത്തെ ചോദ്യം. എനിക്കൊന്നും ഡയറക്റ്റ് ഒരു കോറിലേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി വായിച്ചതായിട്ട് എനിക്ക് അറിയില്ല. ഒരു ഇൻഡയറക്റ്റ് കോറിലേഷൻ ഉറപ്പായിട്ടുമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സ് കൂടുന്നു എന്നതിന്റെ അർത്ഥം അത്രയധികം അതൃപ്തി വിവാഹത്തിനകത്ത് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ വളരെ ചെറിയൊരു ശതമാനമാണ് ഡിവോഴ്സ് ഇവിടെ പുറത്തു വരുന്നത് തന്നെ. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്ന ഒരു സമൂഹം സ്ത്രീകൾക്ക് അത്രയും അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു സമൂഹം കൂടി ആയിരിക്കും. അപ്പോ പണ്ടാണെങ്കിൽ ഡിവോഴ്സ് തന്നെ നടന്നിരുന്നില്ല. കാരണം സ്ത്രീകൾ എന്ത് അതൃപ്തി ഉണ്ടെങ്കിലും കടിച്ചമർത്തി, അവർക്ക് അവകാശങ്ങളില്ലായിരുന്നു, അധികാരങ്ങളില്ലായിരുന്നു, ശബ്ദമില്ലായിരുന്നു, സഹിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. കാലക്രമേണ അവർക്ക് ചെറിയ രീതിയിലുള്ള എംപവർമെന്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് അത്രയും സഹിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അളവിലുള്ള അതൃപ്തികൾ അവർ തുറന്ന് പ്രകടിപ്പിച്ചു തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് ഇത് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ തന്നെ ആവണം. അക്കാര്യത്തില് ഡിവോഴ്സുകൾ കൂടുതൽ നടക്കുന്നുണ്ടാവുക തന്നെ ആയിരിക്കും ചെയ്യുക. അങ്ങനെ ആയിരിക്കും നടക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഡേറ്റിംഗ് കൾച്ചറല്ലേ? ഡേറ്റിംഗ് കൾച്ചർ ഇസ് എ മസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഡേറ്റിംഗ് ഇസ് എ മസ്റ്റ്. അല്ലാതെ ഡയറക്റ്റായിട്ട് മാരേജിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു ലോട്ടറി എടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് ലോട്ടറി എടുക്കുമ്പോൾ എത്രത്തോളമാണോ അടിക്കാൻ സാധ്യത അത്രത്തോളമാണ് ഒരു മാരേജ് വർക്കൗട്ട് ആവാൻ സാധ്യത.
പിന്നെ നിങ്ങൾ അത്രയധികം സോഷ്യൽ പ്രഷറിനുള്ളിൽ അതിനകത്ത് നിന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം അത്രയധികം ബലമാണ് അതിന്റെ ചങ്ങലകൾക്ക്. പുറത്തിറങ്ങാൻ വലിയ പാടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഡേറ്റിംഗ് കൾച്ചർ ഒരാളെ മറ്റൊരു ജെൻഡറിലുള്ള ആളെ പരിചയപ്പെടാൻ, നമ്മുടെ പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യാൻ, എക്സ്പോഷർ ഉണ്ടാക്കാനൊക്കെ ഡേറ്റിംഗ് കൾച്ചർ മസ്റ്റാണ്. എവിടെയും തോന്നുന്നു ഈ ഡിവോഴ്സിന്റെ എണ്ണം വെച്ച് നമ്മുടെ ഇപ്പോ മതമേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്കയിലെ ഒരു മിക്കവാറും ഒരു വെസ്റ്റേൺ ഉദാഹരണം എടുക്കുന്നത് അമേരിക്കയിലായിരിക്കും. അമേരിക്കയിൽ ഇത്രയും ഡിവോഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ ഇത്രയും ഡിവോഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ഫാമിലി സെറ്റപ്പ് അടിപൊളിയാണ്. ഈ ഒരു കൺക്ലൂഷനാണ്. ഇതിപ്പോ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നവരും ഇവരൊക്കെ കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇതിന്റെ ആക്ച്വൽ പിക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പോ ഒരാൾക്ക് ഇപ്പൊ സലീം പറഞ്ഞ പോലെ അടക്കി പിടിച്ച് ജീവിക്കാന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ സെക്ഷൽ പ്ലഷർ ഇല്ലാത്തതിന്റെ പുറത്തും ഡിവോഴ്സ് ആവുന്നവരുണ്ട്. അത് മാത്രമല്ല കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് വയലൻസ് അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് സംഭവമാണ്. ഇപ്പൊ വീട്ടിൽ നിങ്ങളെ സ്ഥിരം മർദ്ദിക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അയാളെ സഹിച്ച് ഒരു 10-50 വർഷം ജീവിച്ചിട്ടുള്ള ഒരു കപ്പിൾ, അങ്ങനെ ഒരു കപ്പിളിനെ നോക്കിയിട്ട് എന്തൊരു സക്സസ്ഫുൾ കപ്പിളാണല്ലേ, ദേ ലീവ് ഹാപ്പിലി എവർ ആഫ്റ്റർ, അല്ലെങ്കിൽ വളരെ കാലം അവർ ഒരുമിച്ച് ജീവിച്ചു, അതാണ് സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നിടത്താണ് ഡിവോഴ്സിനെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റ് തെറ്റാവുന്നത്. ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത രണ്ടാളുകൾ പിരിയുന്നു, അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അതാണ് ഒരു സമൂഹത്തിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ള രീതിയിലൂടെ നമ്മൾ പോകാൻ പറ്റില്ല. ഇപ്പൊ ഡേറ്റിംഗ് കൾച്ചർ വന്ന ഡിവോഴ്സ് കുറയും കൂടും എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കില്ല. കാരണം ഡിവോഴ്സിന്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടോ കൂടിയതുകൊണ്ടോ അതൊരു എന്താ പറയുക, ഒരു ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഏതൊരു നല്ല ഡിവോഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഡേറ്റിംഗ് നന്നായിട്ട് ഡേറ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അവരുടെ റൈറ്റ്സ് എന്താണ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പൊ അങ്ങനെ അല്ലാത്തൊരു സെറ്റപ്പിൽ അവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ലീവ് ചെയ്യും. ഡിവോഴ്സ് ഉണ്ടാവണം. ആൾക്കാർ പീപ്പിൾ ഷുഡ് മൂവ് അല്ലേ. ആൾക്കാരെ സ്റ്റക്കായിട്ട് ഒരിടത്ത് നിർത്തുമ്പോഴാണ് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ട് അത് അവരുടെ ചുറ്റുമുള്ളവരിലേക്ക് പടരുന്നത്. അങ്ങനെയാണ് സമൂഹത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു വയലന്റ് മോഡിലേക്ക് പോകുന്നത്. എന്തിനാണ് ആൾക്കാരെ പിടിച്ചു നിർത്തുന്നവരിടത്തേക്ക്? നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതാണോ താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് കണ്ടിന്യൂ. ഈ വയലൻസും അബ്യൂസും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിതകാലം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പോ ഇങ്ങനെ ഡിവോഴ്സുകളുടെ ചാൻസസ് കുറയുമല്ലേ ചെയ്യുന്നത്? ഇല്ല, അത് നല്ലൊരു ചോദ്യമാണ്. ഒരു മിനിറ്റ്, നല്ലൊരു ചോദ്യമാണ്. കാരണം പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടു പേർക്ക് പരസ്പരം ഇഷ്ടം തോന്നിയിട്ട് അത് ജീവിതാവസാനം വരെ തന്നെ നിലനിൽക്കണമെന്നോ കൂടണമെന്നോ ഇല്ല. അത് ഇഷ്ടം കുറയാം, അല്ലെങ്കിൽ ഇല്ലാണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരാളടുത്ത് തോന്നാം. ഫാൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലവ് എന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഡേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഫ്ലൂയിഡിറ്റി ഉള്ളൊരു സംഗതിയാണ്. ഒരാളിലേക്ക് മാത്രം ചെന്നെത്താനുള്ള ഒരു വഴിയല്ല അത്. ഒരാൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഭയങ്കരമായിട്ട് സ്നേഹമുള്ള രണ്ടുപേരാണ്, പക്ഷെ ഒരാൾക്ക് ജോലി കിട്ടി അയാൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരികയാണ്, മറ്റേ രണ്ടാമത്തെ ആൾക്ക് പോകാൻ താല്പര്യമില്ല. അതിഭയങ്കരമായിട്ട് സ്നേഹമുള്ള ആൾക്കാർ ആൾക്കോട് പിരിഞ്ഞേ പറ്റൂ, പിരിയാണ്ട് പറ്റത്തില്ല. അവിടെ അവര് പരസ്പരം ടോക്സിക് ആവാത്ത രീതിയിൽ പിരിയാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഡേറ്റിംഗ് കൾച്ചറിന്റെ ഒരു സൈഡ് എഫക്ട്. ഓക്കെ. അപ്പോ നേരത്തെ ബബിത മാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന്റെ പില്ലേഴ്സ്, ഒരു ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒപ്പീനിയൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്റെ ഒരു അഭിപ്രായത്തിൽ മ്യൂച്വൽ റെസ്പെക്ട് അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് മറ്റാളുടെ ഇഷ്ടങ്ങളെ എനിക്കും റെസ്പെക്ട് ചെയ്യാൻ പറ്റണം, എന്റെ ഇഷ്ടങ്ങളെ ആൾക്കും റെസ്പെക്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാനൊരു എത്തീസ്റ്റ് ആണ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗോഡ്. പക്ഷെ എന്റെ വൈഫ് ഒരു ബിലീവറാണ്. പക്ഷെ അപ്പൊ ഞങ്ങൾ എങ്ങനെ ഒത്തുപോകുന്നു എന്നുള്ള പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തുപോകാനായിട്ട് ഇതൊരു കോമ്പറ്റീഷനോ റേസോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അവൾക്ക് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ. ആ ഒരു ഇതിനെ റെസ്പെക്ട് ചെയ്യാനും അത് മനസ്സിലാക്കാനുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറഞ്ഞ സംഗതി ഈ കലിപ്പന്റെ കാന്താരി പോലുള്ള റിലേഷൻഷിപ്പിൽ നേരത്തെ ഒരാൾ മെൻഷൻ ചെയ്തല്ലോ, അത് ഇല്ലാത്തതാണ്. മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല. മറ്റാളൊരു അടിമയാണ്. ഇയാൾക്ക് തോന്നുമ്പോൾ ആള് ചുരിദാർ അല്ലെങ്കിൽ ഷോൾ ഇടണം, ഇയാൾക്ക് തോന്നുമ്പോൾ അയാളെ തല്ലണം, തല്ലി കഴിഞ്ഞ് അവള് തന്നെ ഇങ്ങോട്ട് വന്ന് സോറി പറയണം. ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്ന സംഗതി ഇല്ല. അതാണ് ഒരു റിലേഷൻഷിപ്പ്, ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് മ്യൂച്വൽ റെസ്പെക്ട്. അതില്ലാത്ത റിലേഷൻ എന്ന് പറയുന്നത് ടോക്സിക് ആണ്, അത് സമൂഹത്തിന് അപകടമാണ്. ഇല്ല സലീമേ? അതെ, മ്യൂച്വൽ റെസ്പെക്ട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്നാണ് ഞാനും കരുതുന്നത്. എന്റെ കൂടെ ഉള്ളത് നമ്മൾ രണ്ട് സമൂഹ ജീവികളാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ആണും പെണ്ണും എന്നുള്ള ഒരു ബൈനറിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നതെങ്കിൽ ആണിന് കിട്ടുന്ന അധികാരം ഒരു സാമൂഹിക നിലയല്ല പെണ്ണിൻ്റെത്. അപ്പൊ ആ പ്രിവിലേജ് അറിഞ്ഞുള്ള ഒരു പെരുമാറ്റം
രണ്ടാമത്തെ ആളുടെ പ്രിവിലേജ് ഇല്ലായ്മയോടുള്ള ഒരു തിരിച്ചറിവ്, അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ഇപ്പൊ റൊമാൻറ്റിക് ആണ് എങ്കിൽ എല്ലാത്തരം റിലേഷൻഷിപ്പിലും ആപ്ലിക്കബിൾ ആണ്. ഇവറ്റ് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പൊ റൊമാൻറ്റിക് ആണെങ്കിൽ അതിനകത്ത് മറ്റു കാര്യങ്ങളും കൂടെ ആപ്ലിക്കബിൾ ആവും. നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഒരു ചുറ്റുപാടുണ്ടല്ലോ, അത് പരസ്പരം മനസ്സിലാക്കുക, ഇൻഡിവിജ്വാലിറ്റിയെ മാനിക്കുക, പരസ്പരം ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക, വളർത്തിയില്ലെങ്കിൽ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇപ്പൊ ധൃത എന്ന് പറഞ്ഞ ആള് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Can you please brief about the first step that we can do to initiate relationship and sex education? സെക്സ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഹെൽത്ത് റിലേഷൻഷിപ്പ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റിയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ മ്യൂച്വൽ റെസ്പെക്റ്റും ഇപ്പൊ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ തന്നെയാണ് അതിന്റെ ഉത്തരം തോന്നുന്നു. അതും കൂടി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. അതെ, ഒന്നാമത് കുട്ടികളെ ചൈൽഡ് റെയറിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെ മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ള സംഭവം എന്താണ് പറയണം, ഒരാളുടെ ചോയ്സുകളെ ബഹുമാനിക്കേണ്ട എങ്ങനെയാണെന്ന് പറയണം, റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഒരു പോളിസി മേക്കിംഗ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളെ നമ്മൾ പിടിക്കണം. സെക്സ് എഡ്യൂക്കേഷൻ കരിക്കുലം എന്തായാലും എന്ത് കാരണവശാലും ഇപ്പൊ പോകുന്നത് ഭയങ്കര മോശമായിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഇപ്പൊ എന്റെ കാലത്ത് സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇത് നിങ്ങൾ തനിയെ വായിച്ചു പഠിച്ചോ, ഇത് അല്ലെങ്കിൽ എക്സാമിന് ഇതിന് ചോദ്യങ്ങൾ വരില്ല, അങ്ങനെ അത് ഒഴിവാക്കി വിടാണ്. ഇപ്പൊ ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റോ പഠിക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ട ഒരു സാധനമാണ് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ സേഫ് സെക്സ് പ്രാക്ടീസ് എന്നുള്ള വിഷയത്തിലൊക്കെ. അപ്പൊ അതൊരു കരിക്കുലം ഉണ്ടാവണം, ഒരു ക്ലിയർ കട്ട് കരിക്കുലം ഉണ്ടാവണം. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റണം. ഇപ്പോ പലരും പറയാറുള്ള പോലെ സദാചാരത്തിന്റെ ഏറ്റവും വലിയ കച്ചവടക്കാരെന്ന് പറഞ്ഞ അധ്യാപകരാണെന്ന ഒരു വിമർശനം പലപ്പോഴും പറയാറുണ്ട്, കപട സദാചാരത്തിന്റെ. അപ്പോ അവർക്കും കൂടെ ആ ഒരു സംഭവം അതിലോട്ട് കൂടെ എത്തിക്കണം. കാരണം ഇത് സംഭവം ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളിപ്പോ വാർത്തെടുക്കാൻ പോകുന്നത് ഭാവി തലമുറയാണ്. ഇവിടെ റേപ്പ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ഗ്രൂപ്പിംഗ്, സ്റ്റോക്കിംഗ്, ഈ സംഭവങ്ങളൊക്കെ ഇല്ലാതാവണമെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണ്, ഒരു സേഫ് സെക്സ് പ്രാക്ടീസ് എന്താണ്, കൺസെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ ഒരു പാഠ്യ പദ്ധതിയുടെ കരിക്കുലത്തിന്റെ ഭാഗമായി അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം. ഇതാണ് നമുക്കൊരു പോളിസി മേക്കിംഗ് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബാക്കി നമ്മൾ എങ്ങനെ നമ്മുടെ കുട്ടിയെ വളർത്തുന്നു, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു, നമ്മുടെ സിബ്ലിങ്സിനോട് നമ്മൾ ഇടപെടുന്നു, ആ ഒരു കാര്യത്തിലൂടെയാണ് ഒരു എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കൊടുക്കൽ വാങ്ങലിലൂടെയാണ് എല്ലാവരും ഇവോൾവ് ചെയ്യുക. സലീം സാർ എന്തെങ്കിലും അല്ല ആഡ് ചെയ്യാനുണ്ടോ? അതെ, സെക്സ് എഡ്യൂക്കേഷൻ ഹെൽത്ത് റിലേഷൻഷിപ്പ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നതുപോലെ ഇപ്പോൾ വിവറ്റ് പറഞ്ഞതുപോലെ നമുക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതുപോലെ സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഇപ്പൊ സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും ആണ് തുടങ്ങേണ്ടത്. ഇത് രണ്ടുമാണ് പിള്ളേരുടെ സ്റ്റാർട്ടിങ് പ്ലേസസ്. സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ തന്നെ സ്കൂളാണ് നമ്മൾ ആദ്യമായിട്ട് ജെൻഡർ ബൈനറി എന്ന തെറ്റിദ്ധാരണയിലേക്ക് ഇരിക്കുന്നത് തന്നെ ആണ് ഒരു സ്ഥലത്ത് പെണ്ണൊരു സ്ഥലത്ത്. അപ്പൊ തന്നെ നമ്മളെ മനസ്സ് രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, ആണും പെണ്ണും മാത്രം. അപ്പോ ഇനി മറ്റ് ജെൻഡറുകൾ മറ്റ് ജെൻഡറുകളെ കാണുമ്പോഴത്തേക്ക് അടിച്ചോടിക്കാനും ചേർന്ന് ഈ ജെൻഡർ എക്സ്പ്രഷനോട് കൂടി ചേർന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ സെക്സ് എഡ്യൂക്കേഷനും ജെൻഡറുമായിട്ട് തന്നെ ചേർത്ത് പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവും കുറെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ വരുമ്പോൾ നമ്മളൊരു ഹെട്രോസെക്ഷൽ പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നമ്മൾ അതിനെ കൊണ്ടുവരുന്നത്. ഇപ്പൊ ബാക്കി ഇപ്പൊ ഒരു ഗേ റിലേഷൻ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും കൂടെ അവബോധം ഉണ്ടാക്കണം. കാരണം അല്ലെങ്കിൽ ഇവരെ തന്നെയാണ് ഈ ഹോമോഫോബിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ മൊത്തം പരത്തുകയും പല ആൾക്കാരും ജീവിതം ദുസ്സഹമാക്കുന്നതും ഇവരാണ്. അപ്പോ സെക്സ് എഡ്യൂക്കേഷൻ സീരീസിൽ ഒരു എപ്പിസോഡ് ഉണ്ട്. അതില് അസെക്ഷൽ ആയിട്ടുള്ള ഒരു കുട്ടി സെക്സ് എഡ്യൂക്കേഷൻ ഡൗട്ട്സ് ചോദിക്കാൻ വന്ന ടീച്ചറിനോട് ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അതിനെയും കൂടെ അഡ്രസ് ചെയ്യുക. അസെക്ഷൽ ആവുക എന്നുള്ളത് പോലും വളരെ നോർമലാണ്. അതും സംഭവിക്കാവുന്നൊരു അസെക്ഷൽ ആവുക. അതെ അതെ, വെബിറ്റേക്ക് പറയാൻ പറ്റും. വെബിറ്റേക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. അതാണ് ഇപ്പൊ സെക്ഷൽ ആവുക അല്ലെങ്കിൽ ബൈസെക്ഷൽ ആവുക അങ്ങനെയാണ് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും തോന്നുക ആ ഒരു ഇതില്. അതുപോലെ ഓരോ സെക്ഷൽ ഓറിയന്റേഷൻ ഉണ്ട്. ഇപ്പൊ ഹോമോസെക്ഷൽ ആവുക എന്ന് പറഞ്ഞാൽ സ്വയം ജെൻഡറിലുള്ള ആളോട് അല്ലെങ്കിൽ സ്വയം സെക്സിലുള്ള ആളോട് തോന്നാന്നുള്ളൊരു സംഭവം.
അപ്പൊ ഇതൊന്നും നമ്മുടെ കൺസിഡറേഷനിലില്ല. നമ്മുടെ കൺസിഡറേഷനിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഹെട്രോസെക്ഷൽ, ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ ആ ഒരു സംഭവം കൂടെ നമ്മൾ പൊളിക്കേണ്ടതായിട്ടുണ്ട്. ഒരു LGBTQ റൈറ്റ്സ് എന്താണ്, ഈ സെക്ഷുവൽ ഓറിയന്റേഷൻ എന്താണ്, ജെൻഡർ ഐഡന്റിറ്റി എന്താണ്, ഇത് രണ്ടും വെവ്വേറെ സാധനങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണം. എന്നാലാണ് ഈ പുറത്തിറങ്ങി ഈ വൃത്തികൾ ശ്രദ്ധിച്ചു വെക്കാതിരിക്കുള്ളൂ. ഞങ്ങളുടെ കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളുകളിലും ഞങ്ങൾക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഇവല്യൂഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടുള്ള തന്നെയാണ്. ഈ വൃത്തികേടുകളെല്ലാം പലപ്പോഴും പറയുകയും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ നമ്മളത് സമയമെടുത്തു ഇതൊക്കെ മനസ്സിലാക്കി വരാൻ. പക്ഷെ വൺസ് ഒരു സ്കൂൾ ലെവലിൽ ഇതിനെ കുറിച്ചൊരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റി വിൽ ബി മച്ച് ബെറ്റർ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. വീടും ഒരേപോലെ വീടും സ്കൂളിലൊന്ന് പഠിപ്പിച്ചിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് മറ്റൊരു കാര്യമാണ്. വീടിനാണ് വെയിറ്റേജ്. ശരിയാണ്. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പൊ പലപ്പോഴും ആദ്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ് പോലെ ആയി പോകുന്നുണ്ടായിരുന്നുള്ളത് ശരിയാണ്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട് കൂടി ആയിരിക്കണം ആ പാട്രിയാർക്കിയെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടോ എന്നുകൊണ്ടായിരിക്കണം അത് നമുക്ക് അഡ്രസ് ചെയ്യേണ്ടി വന്നത്. ലാസ്റ്റ് എത്തിയപ്പോ നമ്മള് ഗേ സെക്ഷൽ അതുകൂടെ ഈ ഡിസ്കഷൻ കവർ ചെയ്തു. മിക്കവാറും എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഹെൽത്ത് റിലേഷൻഷിപ്പിൽ അതിന് പുറമേയുള്ള ചില ടോപ്പിക്കുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ ഇന്ന് ഇവിടെ സംസാരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൺസെന്റ് ആയിരുന്നു. റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് കൺസെന്റിൽ തുടങ്ങി ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാവാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പുകൾ നമ്മൾ എങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്കപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഡിവോഴ്സ്, അങ്ങനെ എല്ലാം അതിന്റെ എല്ലാ സെക്ഷൻസും. ലാസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഗേ അസെക്ഷുവൽ അതെല്ലാം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഡോക്ടർ പിപറ്റോ തിമോത്തി ആൻഡ് RJ Salim ഫോർ ദിസ് സെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു നന്ദിയും കൂടെ ഒരു സെഷൻ ഇൻവൈറ്റ് ചെയ്തതിന് പേഴ്സണലി എന്റെ ഭാഗത്തുനിന്നുള്ള ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താൻ തോന്നുന്നു. പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സെക്ഷൻസ് ഉണ്ടാവും, എല്ലാവരും പങ്കെടുക്കണം. താങ്ക് യു. എല്ലാവർക്കും ലീവ്. താങ്ക് യു.